വെള്ളാപ്പള്ളിയാണ് താരം. വെള്ളാപ്പള്ളിയെക്കുറിച്ചിട്ടുള്ള വലിയ വലിയ പരാമർശങ്ങൾ, വെള്ളാപ്പള്ളി എന്തോ പറഞ്ഞു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വലിയ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള വാഗ്വാദങ്ങളൊക്കെ നടക്കുന്നു. മീഡിയയൊക്കെ വലിയ തോതിൽ അതിനെ ചർച്ചയ്ക്ക് വെച്ചിട്ടുണ്ട്. അതിൻ്റെ പല കാര്യങ്ങൾ പറയുന്നു, വർഗീയവാദം എന്നൊക്കെ പറയുന്നു, വർഗീയ പരാമർശം എന്നൊക്കെ പറയുന്നു. അപ്പം ഞാൻ എന്താണെന്ന് നോക്കി. അപ്പോൾ അതായത് ഇതിലൊരു കാര്യമാണ്, ഇവിടെ ജനാധിപത്യമല്ല മതാധിപത്യമാണുള്ളത് എന്നതാണ് ഒരു സ്റ്റേറ്റ്മെൻറ്റ്. ഇതിലെന്താണ് വർഗീയ പരാമർശമെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ജനാധിപത്യം ഇല്ല, ഇവിടെ മതാധിപത്യമാണ് എന്ന് BJPയെക്കുറിച്ച് നമ്മൾ നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. അതേ ഒരു സംഗതി ഇവിടുത്തെ കേരള ഗവൺമെൻറ്റിനെ കുറിച്ച് അല്ലെങ്കിൽ കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നതിനെ കുറിച്ച് പറയുമ്പോൾ അത് ഉടനെ വർഗീയപരമാവുന്ന എങ്ങനെയെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. അതുകൊണ്ട് ഞാൻ അതിനെ തള്ളുന്നു. അത് ഒരു എടുക്കാവുന്ന വാലിഡായിട്ടുള്ള അല്ലെങ്കിൽ നമ്മൾ അന്വേഷിക്കേണ്ടതായിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെൻറ്റാണത്. അത് പറഞ്ഞത് ശരിയാണോ തെറ്റാണോ എന്നുള്ളത്. അപ്പോൾ ഈ സ്റ്റേറ്റ്മെൻറ്റ് പറഞ്ഞു എന്നതിൻ്റെ പേരിൽ അത് വർഗീയത ആവുന്നില്ല. അത് അങ്ങനെയല്ല എന്നുണ്ടെങ്കിൽ അത് ഏത് വർഗം ആണ് എന്നുള്ളതും ഏത് മതത്തിൻ്റെ ആധിപത്യമാണ് ഉദ്ദേശിക്കുന്നതെന്ന് പറയണം. അപ്പോൾ ഹിന്ദു മതത്തിൻ്റെ ആധിപത്യമാണ് എന്ന് പറയുമ്പോൾ അത് മതേതരത്വത്തിൻ്റെ ലക്ഷണമായിട്ടും, അത് ഇസ്ലാമിൻ്റെ ആ ഒരു ആധിപത്യം, ഇപ്പോൾ സൂംബ ഡാൻസിലായാലും നമ്മുടെ ഈ പറയുന്ന പൗരത്വ ഭേദഗതിയുടെ സമയത്ത് നടന്നിട്ടുള്ള കള്ളപ്രചാരണങ്ങളായാലും, അതോടൊപ്പം ഇപ്പോൾ ഈ മദ്രസ സമയം മാറ്റുന്നതുമായി ബന്ധപ്പെട്ടുള്ള ചർച്ച ഏറ്റവും ഒടുവിലത്തെ കാര്യം മാത്രമാണ്. ഇനി കുറച്ചുകൂടി ബാക്കോട്ട് പോകുകയാണെങ്കിൽ യൂണിഫോം സിവിൽ കോഡിൻ്റെ വിഷയം, ഇതൊക്കെ പറയുമ്പോൾ അവിടെയും വേറെ വലിയ വിഷയമായിട്ട് ആരാണ് ഉന്നയിച്ച് മുന്നോട്ട് വന്നതെന്നുള്ളതൊക്കെ നമ്മൾ നോക്കുക. അപ്പോൾ എവിടെയാണ് മുട്ടി നിൽക്കുന്നത്, ഏത് മതമാണ് പ്രശ്നം ഉണ്ടാക്കുന്നത് എന്നുള്ളത് ചോദിക്കുമ്പോൾ, അതിനെക്കുറിച്ച് പറയുമ്പോൾ ആ പറയുന്ന ആളുകൾ ഈ മതത്തിൻ്റെ കാര്യം പറയുമ്പോൾ ഉടനെ വർഗീയവാദിയാകും എന്നതാണ് നിങ്ങളുടെ ഒരു മാനദണ്ഡമെന്നുണ്ടെങ്കിൽ അത് കയ്യിൽ വെച്ചാൽ മതി എന്ന് നമുക്ക് പറയാനുള്ളൂ. നമുക്ക് അങ്ങനെയല്ല പറയേണ്ടത്, പറയുക എന്നുള്ളത് തന്നെയാണ്. പച്ചയ്ക്ക് പറയുക, റോമാൻ ആവുക എന്നുള്ളതാണല്ലോ നമ്മുടെ രീതി. അപ്പോൾ അതുകൊണ്ട് നമ്മളത് പറയുന്നു. ഇനി അടുത്തത്, കേരളം വൈകാതെ മുസ്ലിം ഭൂരിപക്ഷ നാടാകും. വീണ്ടും വർഗീയ പരാമർശവുമായി വെള്ളാപ്പള്ളി നടേശൻ. അതിലേക്ക് വരാം. വെള്ളാപ്പള്ളി നടേശൻ ആരാണ്? വെള്ളാപ്പള്ളി നടേശൻ ഇങ്ങനെ ഒരു സംഗതി പറഞ്ഞാൽ എടുക്കേണ്ടതുണ്ടോ? വെള്ളാപ്പള്ളി നടേശനൊക്കെ ഇതേപോലെ പൊക്കിക്കൊണ്ട് നടക്കേണ്ടതുണ്ടോ എന്നതാണല്ലോ അവസാനത്തെ ചോദ്യം. അതിലേക്ക് നമുക്ക് വരാം. അതിന് മുന്നേ, കേരളം വൈകാതെ മുസ്ലിം ഭൂരിപക്ഷ നാടാകും എന്ന് പറയുന്നതിൽ എന്താണ് വർഗീയത? എനിക്ക് എത്ര ആലോചിച്ചിട്ട് മനസ്സിലാവുന്നില്ല. കാരണം ഇതൊരു ആഗോള പ്രതിഭാസമാണെന്ന് മാത്രമല്ല, ലോകത്ത് മുസ്ലിങ്ങളുടെ ആധിപത്യം ഉണ്ടാകുമെന്നും പ്യൂർ റിസർച്ച് പോലും പറയുന്ന സാധനമാണ് എന്നും, ലോകത്ത് മുസ്ലിങ്ങൾ വളരെയധികം വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു എന്നും നാഴികയ്ക്ക് 40 വട്ടം പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആളുകളാണ് നമ്മുടെ കാക്കാമാർ. ഇതിപ്പോൾ നാട്ടുകാരൊരാൾ തിരിച്ചു പറയുമ്പോൾ അയ്യോ വർഗീയത പറയുന്നത് പറഞ്ഞ് നിലവിളിക്കുന്നത്, അതെന്ത് ഇടപാടാണ്? അപ്പോൾ നിങ്ങൾക്ക് അത് പറയാം, അത് വേറെ ആരും പറയാൻ പാടില്ല എന്നാണോ? അതെങ്ങനെ ശരിയാവുക? അത് നടക്കില്ലല്ലോ. അപ്പോൾ നമ്മൾ അതിനെക്കുറിച്ചൊന്ന് പരിശോധിക്കും. അതായത് കേരളം വൈകാതെ മുസ്ലിം ഭൂരിപക്ഷ നാടാകുമോ ഇല്ലേ? ഇത് നോക്കിയാൽ പോരെ? ഇതല്ലേ നമ്മൾ ചെയ്യേണ്ടുള്ളൂ. അപ്പോൾ വസ്തുതകൾ രാഷ്ട്രീയത്തിന് വേണ്ടി ഉപയോഗിക്കുന്ന എന്തോ വലിയ തെറ്റാണെന്നൊക്കെ നാട്ടുകാർ ഇന്നാൾ മൈത്രയൻ പറഞ്ഞു വെച്ചത് കണ്ടിട്ടുണ്ടോ? അപ്പോൾ നമുക്കിവിടെ പരിശോധിക്കാനുള്ളത് തന്നെയാണ്, ഇതിലെന്തെങ്കിലും വസ്തുതയുണ്ടോ, യഥാർത്ഥത്തിൽ ഇങ്ങനെ എന്തെങ്കിലും ഉണ്ടോ എന്നുള്ളത്. നമ്മളത് നോക്കിയാൽ നമ്മൾ ഞെട്ടും. കാരണം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേരളം മാത്രമല്ല മുസ്ലിം ഭൂരിപക്ഷ പ്രദേശമാകാൻ പോകുന്നത്, ലോകം മൊത്തം മുസ്ലിം ഭൂരിപക്ഷം പ്രദേശമാകാൻ പോകുമ്പോൾ അതിൽ കേരളം മാത്രം മുസ്ലിം ഭൂരിപക്ഷ പ്രദേശം ആകാതെ നിൽക്കുന്നുണ്ടോ എന്ന് മാത്രമേ നമുക്ക് ചോദിക്കേണ്ട കാര്യം വരുന്നുള്ളൂ. കാരണം ലോകം മുഴുവൻ അങ്ങനെ ആകുമെന്നുള്ളതാണ് കണക്കുകളും അതിൻ്റെ ബാക്കി കാര്യങ്ങളൊക്കെ പറഞ്ഞു വെക്കുന്നത്. അപ്പോൾ അതിലേക്ക് നമുക്ക് നോക്കാം. ഭൂരിപക്ഷം നാടാകുമെന്ന് പറയുമ്പോൾ ബാക്കിയുള്ള ആളുകളൊക്കെ എന്താവും എന്നുള്ളത് നമുക്ക് വേറെ ആലോചിക്കാം. പിന്നെ ഇനി അടുത്തതാണ് വെള്ളാപ്പള്ളി നടേശൻ. അത് പറയുമ്പോൾ വെള്ളാപ്പള്ളി നടേശൻ എന്നല്ല, XYZ, ഇനിയിപ്പോൾ ഗോവിന്ദചാമി പറഞ്ഞാൽ പോലും, സാക്ഷാൽ കാന്തപുരം പറഞ്ഞാൽ പോലും നമ്മൾ എടുക്കണമല്ലോ. അങ്ങനെയാണല്ലോ കഴിഞ്ഞ ദിവസം നമ്മളോട് നാട്ടുകാർ പറഞ്ഞുകൊണ്ടിരുന്നത്. അതായത് ഈ ഒരു വിഷയത്തിൻ്റെ പേരിൽ നമ്മളുടെ നിമിഷ, അതിനെക്കുറിച്ച് ഇനി വീഡിയോ ഞാൻ ചെയ്യുന്നില്ല എന്ന് വിചാരിച്ചാണ്. കാരണം അതിൽ കുറച്ച് കാര്യങ്ങൾ വേറെയും പറയാനുണ്ട്. ഏതായാലും ഇപ്പോൾ വേണ്ട, അതിൻ്റെ ഒരു തീരുമാനമാവട്ടെ. എന്ന് വെച്ചാൽ നിമിഷ പുറത്തേക്ക് വരട്ടെ, നമ്മുടെ നാട്ടിലെത്തട്ടെ, എന്നിട്ട് ചില കാര്യങ്ങൾ പറയാനുണ്ട്. കാന്തപുരം യഥാർത്ഥത്തിൽ എന്താ ചെയ്തത്, എന്താ ചെയ്യാത്തത്, അതിൻ്റെ പേരിൽ എന്തൊക്കെയാണ് നടന്നതെന്നുള്ളതിനെക്കുറിച്ച് കുറച്ചും കൂടി കൂടുതലായിട്ടുള്ള ഡീറ്റെയിൽ ഒക്കെ കിട്ടിയിട്ടുണ്ട്. പിന്നെ ഇപ്പോൾ നമ്മളത് പറയുന്നതിൽ ഒരു ഔചിത്യക്കുറവുണ്ട്. ആവശ്യത്തിനുള്ളത് നമ്മൾ പറഞ്ഞു വെച്ചിട്ടുണ്ട്. കാരണം അതിനകത്ത് ആ ഒരു മുതലെടുപ്പിന് നമ്മളൊന്ന് ബ്രേക്ക് ഇടാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട്. അതിനകത്ത് അത്രയ്ക്ക് അങ്ങോട്ട് കൊഴുപ്പിക്കേണ്ട, ഇതുപോലെ കൊണ്ടു നടക്കേണ്ട കാര്യമൊന്നുമില്ല. ഇടതുപക്ഷത്തിൻ്റെ ആളുകൾ പോലും അതിനകത്ത് കുറച്ച് ഓവറായി എന്ന് നാട്ടുകാരെ കൊണ്ട് പറയുന്ന അവസ്ഥ ഉണ്ടായി. അതുതന്നെയാണ് നമ്മുടെ വിജയം എന്ന് പറയുന്നത്. കാരണം അത് കുറച്ച് മാധ്യമങ്ങളടക്കം അത് വലിയ തോതിൽ ആഘോഷമാക്കിയതിൻ്റെ ഒരു ചിത്രം നമ്മളിവിടെ കണ്ടു. അതുകൊണ്ട് ഞാൻ അതിലേക്ക് പോകുന്നില്ല. പക്ഷേ ആ ഒരു വിഷയം ഇവിടെ വന്നപ്പോൾ നമ്മൾ കണ്ട എന്താണ്, ഒരു ജീവൻ രക്ഷിക്കാൻ വേണ്ടിയിട്ടല്ലേ. അപ്പോൾ ഇനി കാന്തപുരം എന്തെല്ലാം തെണ്ടിത്തരം ചെയ്തിട്ടുള്ള മനുഷ്യനാണെങ്കിൽ ശരി, ഈ ഘട്ടത്തിൽ അത് പറയുമ്പോൾ നമ്മളിത് എടുക്കണ്ടേ? എന്ന് വെച്ചാൽ ഏത് വലിയ തെണ്ടിയാണെങ്കിലും ഒരാളുടെ ജീവിതം രക്ഷിക്കാൻ വേണ്ടിയിട്ട് മുന്നോട്ട് വന്നാൽ അത് എടുക്കണം എന്ന് പറയുന്നത് പോലെ ഏത് വലിയ തെണ്ടിയാണെങ്കിലും ശരി, ഒരു വസ്തുത പറഞ്ഞാൽ എടുക്കണമെന്നാണ് നമ്മളും പറയാറുള്ളത്. അതിപ്പോൾ ഗോവിന്ദചാമി പറഞ്ഞാലും ഗോവിന്ദചാമി വന്ന് നമ്മളോട് പറയും, മക്കളെ നിങ്ങൾ ബലാത്സംഗം ചെയ്യരുത് കേട്ടോ എന്ന് പറഞ്ഞാൽ അതൊരു നല്ല കാര്യമാണെന്നുണ്ടെങ്കിൽ അത് നമ്മൾ എടുക്കണം എന്നല്ലേ നമ്മൾ പറയാറുള്ളൂ. ഒരു വലിയ കഞ്ചാവടിക്കാരൻ അയാൾ വന്നിട്ട് പറയും, മക്കളെ ഇപ്പോൾ വേടൻ പറഞ്ഞല്ലോ, മക്കളെ ഞാൻ നന്നായിട്ട് കഞ്ചാവ് അടിക്കുമായിരുന്നു, ഇപ്പം ഞാൻ അടിക്കണില്ല, അടിക്കാതിരിക്കാൻ നിങ്ങൾ ശ്രമിക്കണം എന്ന് പറഞ്ഞപ്പോൾ അത് നമ്മൾ എടുത്തല്ലോ. ഏത് വലിയ തെണ്ടിയാണെങ്കിലും നമ്മൾ എടുക്കുമെന്ന് പറയുന്നത് അതാണ്. എന്ന്
എന്ന് പറഞ്ഞ പോലെ ഇപ്പോൾ നടേശൻ വന്നിട്ടൊരു കാര്യം പറഞ്ഞാൽ പോലും എത്ര വലിയ തണ്ടി ആയിക്കോട്ടെ, പക്ഷേ ആ പറഞ്ഞതിൽ എന്തെങ്കിലും വസ്തുത ഉണ്ടോ, ഉണ്ടെങ്കിൽ ആ വസ്തുത എടുക്കണം. ഇതന്നെയാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ ഈ പറയുന്നതിൽ കേരളം മുസ്ലിം ഭൂരിപക്ഷ നാടാകും എന്ന് പറയുമ്പോൾ അതിൽ വസ്തുത ഉണ്ടോ എന്ന് നോക്കിയാൽ പോരെ. ഇതിനകത്ത് മതാധിപത്യം ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ അത് ഉണ്ടോ ഇല്ലയോ എന്ന് നോക്കിയാൽ പോരെ. ഇവിടെ 5-ാം മന്ത്രി ആ ഒരു വിവാദം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നിങ്ങൾ ഒന്ന് ബാക്കോട്ട് ചിന്തിച്ച് കഴിഞ്ഞാൽ എന്തൊക്കെയാണ് ഇവിടെ നടന്നിട്ടുള്ള കോലാഹലം നമ്മൾ കണ്ടിട്ടുള്ളതല്ലേ. അതിവിടെ ഉള്ളപ്പോൾ ഇതിനെക്കുറിച്ച് മിണ്ടരുത്, ഇത് പറഞ്ഞ ഉടനെ വർഗീയതയാകും എന്നൊക്കെ പറഞ്ഞാൽ അതെങ്ങനെ ശരിയാവുക എന്നാണ് നമ്മൾ എനിക്ക് ചോദിക്കാനുള്ള കാര്യം അതാണ്. കാരണം അത് അങ്ങനെയല്ല ഇതിനെ കാണേണ്ടത്. നിങ്ങൾ ഏതെല്ലാം അളവുകോലുകൾ എടുത്തു വെച്ച് ബാക്കിയുള്ള കാര്യങ്ങളിലും ബാക്കിയുള്ള വ്യക്തികളെയൊക്കെ നിങ്ങൾ എങ്ങനെയാണോ അളക്കുന്നത് അതേ അളവുകോല് കൊണ്ട് തന്നെയാണ് ബാക്കിയുള്ള ആളുകളെയും അളക്കാൻ പാടുള്ളൂ എന്നതാണ് ഞാൻ പറയുക. അല്ലാതെ നിങ്ങൾക്ക് സൗകര്യമുള്ളിടത്ത് സൗകര്യം പോലെ അളവുകോല് മാറ്റുന്ന പരിപാടിയാണെന്നുണ്ടെങ്കിൽ അതിന് അളവുകോല് നല്ല വിളിക്കുക, അതിന് വേറെ വല്ല കോലൊന്നും വിളിക്കുന്നതായിരിക്കും നല്ലത് എന്നാണ് പറയാനുള്ളത്. അപ്പോൾ ഏതായാലും ഇന്ന് നമ്മളിവിടെ പരിശോധിക്കാൻ പോകുന്നത് ഇതിൻ്റെ ചില വസ്തുതകൾ എത്രത്തോളം ഇതുണ്ട് എന്നുള്ളതാണ് നമ്മൾ പരിശോധിക്കാൻ പോകുന്നത്. അപ്പോൾ ആ പരിശോധനയിലേക്ക് നമ്മൾ കിടക്കുകയാണ്. ഓർക്കുക, ദിസ് പാർട്ട് ഓഫ് ദ ലൈവ് ഈസ് സ്പോൺസർഡ് ബൈ പ്യൂർ റിസർച്ച് സെൻറ്റർ. കാക്കാമാർ തൊടാൻ പേടിക്കുന്ന ഒരു സ്ഥാപനം, വിശ്വസ്ത സ്ഥാപനമായിരുന്നു പണ്ട്. ഇപ്പോൾ പക്ഷെ അത് എടുക്കുന്നില്ല. കാരണം അത് എടുത്താൽ കയ്യിൽ നിന്ന് കാര്യങ്ങൾ പോകുമെന്ന നിലയിൽ വന്നതുകൊണ്ട് ഇപ്പോൾ അത് എടുക്കുന്നില്ല. എന്തുകൊണ്ടാണെന്നുള്ളത് ഇത് കേട്ട് കഴിയുമ്പോൾ മനസ്സിലാവും. പ്യൂർ റിസർച്ച് സെൻറ്റർ ഈ പരിപാടിയുടെ സ്പോൺസേഴ്സ് അവരാണ്. അപ്പോൾ നമുക്ക് അതിലേക്ക് കിടക്കാം. ഓക്കെ, യെസ്. അപ്പോൾ എന്താണ് പ്യൂർ റിസർച്ച് പറയുന്നത് എന്നുള്ളതാണ് നമ്മൾ ഇനി പരിശോധിക്കാൻ പോകുന്നത്. ഇത് നമ്മളിതിനെക്കുറിച്ച് വീഡിയോ ചെയ്തതാണ്, ഓൾറെഡി കിടപ്പുണ്ട്. പക്ഷേ അത് ഇട്ട് കൊടുത്തിട്ട് ആളുകൾക്കാണ് ദഹിക്കുന്നില്ല. അതിന് എന്താ കുഴപ്പമെന്ന് ചോദിക്കുന്നത്. അതായത് മുസ്ലിങ്ങളാണ് ലോകത്ത് ഏറ്റവും കൂടുതൽ വളരുന്നത് എന്ന് നമ്മൾ പറയുമ്പോൾ നിങ്ങൾക്കിപ്പോൾ എന്തോ പ്രശ്നമായിട്ട് തോന്നുന്നുണ്ടോ? തോന്നേണ്ട കാര്യമില്ല എന്നാണ് ഞാൻ പറയുക. കാരണം എന്താണ്, ഇത്രയും നാൾ ഇത് പറഞ്ഞുകൊണ്ട് നടന്നിരുന്നത് കാക്കാമാർ തന്നെയാണ്. അപ്പോൾ അന്ന് നിങ്ങൾക്ക് തോന്നാത്ത തോന്നൽ ഇന്ന് നടേശൻ ഇത് പറയുമ്പോൾ ഇത് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ അപ്പോൾ നിങ്ങൾക്ക് എന്തോ കാര്യമായിട്ട് കുഴപ്പമുണ്ട്. ഇതേ ഞാൻ പറയുള്ളൂ. അപ്പോൾ നമ്മളിവിടെ അത് പരിശോധിക്കണം. എന്താണ് സത്യത്തിൽ ഈ പറയുന്ന പോപ്പുലേഷന് സംഭവിക്കുന്നത് എന്നുള്ളത് നമ്മൾ പരിശോധിക്കണം. പരിശോധിച്ചേ പറ്റൂ. ഇല്ലെങ്കിൽ നമ്മൾ പരിശോധിപ്പിക്കും എന്നുള്ളതാണ്. അതാണ് നമ്മളിവിടെ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇവിടെ നടേശൻ ഒരു കാര്യം പറഞ്ഞു, കാക്കാമാർ ഇത്രയും നാൾ പറഞ്ഞുകൊണ്ടിരുന്നു, ഇപ്പോൾ അത് മിണ്ടുന്നില്ല. അപ്പോൾ ഇത് നമ്മൾ പറയുമ്പോൾ അങ്ങനെയല്ല, നടേശൻ പറഞ്ഞത് വസ്തുതയാണെന്ന് ഞാൻ ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തു. അതിൻ്റെ താഴെ ചില ഈ പകുതി ബുദ്ധിയുള്ള താത്തമാരും അതുപോലെയുള്ള മറ്റു ചില മദ്രസ ജീവികളും മണ്ടന്മാരും ഒക്കെ വന്നിട്ട് പല കാര്യങ്ങളും ചോദിക്കുകയാണ്. അതായത് അതിനെന്താ, നിങ്ങൾക്കും ഉണ്ടല്ലോ ഈ സാധനം, യന്ത്രം ഉണ്ടല്ലോ, അത് വെച്ച് നിങ്ങൾക്ക് കുട്ടികളുണ്ടാക്കിയാൽ പോരെ എന്നുള്ള ചോദ്യം. ഈ കുട്ടികളുണ്ടാക്കൽ മാത്രമല്ല നാട്ടുകാരുടെ പണി എന്നുള്ളത് വേറൊരു വിഷയം, പോട്ടെ. എന്നാലും ഈ പറയുന്ന ചോദ്യം ചോദിക്കുന്ന ഒരു ഉളുപ്പില്ലായ്മ നമ്മളവിടെ കണ്ടു. ഇതിനെന്താ കുഴപ്പം എന്നുള്ളത്. കുഴപ്പമില്ലെങ്കിൽ പിന്നെ എന്തിനാണ് നടേശന് പിന്നാലെ നിങ്ങൾ പോണത്? നിങ്ങളെന്തിനാണ് നടേശനെ വർഗീയവാദി എന്ന് വിളിക്കുന്നത്? എന്ത് വർഗീയ പരാമർശമാണ് നടേശൻ നടത്തിയതെന്ന് നിങ്ങൾ പറയൂ. അപ്പോൾ നിങ്ങൾ തന്നെ മാറിയിരുന്നിട്ട് ഇതേ കാര്യം പറയുമ്പോൾ അത് വർഗീയ പരാമർശമാണെന്ന് നിങ്ങൾ പറയും. അതിന് തെളിവ് നമ്മൾ ഇട്ട് കൊടുക്കുമ്പോൾ നടേശൻ പറഞ്ഞ് ശരിയാണെന്ന് നമ്മൾ പറയുമ്പോൾ അവിടെ ആ സംഗതി വർഗീയ പരാമർശം എന്താ അതിൻ്റെ കുഴപ്പമെന്ന് ചോദിക്കുകയും ചെയ്യാം. നിങ്ങൾക്ക് സത്യത്തിൽ എന്താ കുഴപ്പം? നിങ്ങളൊരുമാതിരി ഈ വെളിച്ചെണ്ണ പിടിച്ച മാതിരി പിടിക്കുന്ന ഇങ്ങനെ പിടിതരാതെ ഇങ്ങനെ അഴഞ്ഞു ഒഴിഞ്ഞിങ്ങനെ നടക്കുന്ന പരിപാടി അതിനി നടക്കില്ല. നമ്മൾ ഈ വസ്തുതകൾ തന്നെയാണ് നിങ്ങളുടെ അണ്ണാക്കിലിട്ട് തരിക. അതാണ് നമ്മൾ ഇനി ഇവിടെ മുന്നോട്ട് വെക്കുന്നത് എന്നാണ് പറയാനുള്ളത്. അപ്പോൾ ഏതായാലും ഇവിടെ ഈ പറയുന്ന പ്യൂർ റിസർച്ച് നമുക്കിവിടെ കൊണ്ടു തന്നിട്ടുള്ള ചില പഠനങ്ങൾ അത് മാത്രമേ ഞാനിവിടെ എടുക്കുന്നുള്ളൂ. അത് നോക്കിയിട്ടും കണ്ടിട്ടും പഠിച്ചിട്ടും പോയാൽ മതി എന്നുള്ളത്. എന്നിട്ട് ആവട്ടെ നമ്മൾ നടേശനെ ഈ പറയുന്ന വർഗീയവാദി, വർഗീയ പരാമർശം എന്നൊക്കെ വിളിക്കുന്നത്. ഇതിലെന്താണ് വർഗീയത എന്നുള്ളതാണ് പറയേണ്ടത്. ഇപ്പോൾ പ്യൂർ റിസർച്ച് പറയുന്നു, ഇത് ജൂൺ 9, 2025 വന്നത്. പ്യൂർ റിസർച്ച് ഞാൻ പറഞ്ഞല്ലോ കാക്കാമാരുടെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള വിശ്വസ്ത സ്ഥാപനമാണ്. അത് വിട്ടിട്ടുള്ള കളിയില്ല. അപ്പോൾ ഇതിൽ അവർ പറയുന്നതാണ് മുസ്ലിംസ് ഗ്രൂ ഫാസ്റ്റസ്റ്റ് എന്ന് പറയുമ്പോൾ ഇത് തന്നെയല്ലേ ഈ പറയുന്ന നടേശൻ പറഞ്ഞതിൻ്റെ മറ്റൊരു വശം, മുസ്ലിങ്ങളാണ് ഏറ്റവും കൂടുതൽ ഇതുപോലെ വളർന്നുകൊണ്ടിരിക്കുന്നത് എന്ന് പ്യൂർ റിസർച്ച് പറയുമ്പോൾ ഇത് പ്യൂർ റിസർച്ച് നടത്തിയത് വർഗീയ പരാമർശമാണ് അല്ലല്ലോ. എന്താണ് അതിൽ ഹൗ ദ ഗ്ലോബൽ റിലീജിയസ് ലാൻഡ്സ്കേപ്പ് ചേഞ്ച് ഫ്രം 2010 to 2020, 2010 മുതൽ 20 വരെയുള്ള കാലഘട്ടത്തിൽ ഇതിന് മുന്നേയുള്ള പഠനമുണ്ട്. അതിൽ ഇത് തന്നെയാണ് പറയുന്നത്. ഏറ്റവും കൂടുതൽ മാറ്റം സംഭവിച്ചു, അതിൽ ഏറ്റവും കൂടുതൽ വേഗത്തിൽ വളർന്നത് ഏത് മതമാണ്, ഏത് മതവിഭാഗമാണ്, ഏത് സമുദായമാണ്, ഏത് മതസമുദായമാണ് എന്ന് ചോദിക്കുമ്പോൾ അതിനൊറ്റ ഉത്തരവേ ഉള്ളൂ, അത് മുസ്ലിംസ് ഗ്രൂ ഫാസ്റ്റസ്റ്റ് എന്ന് തന്നെയാണ് പറയുന്നത്. ഇനി അടുത്തത് മറ്റൊരെണ്ണം, ഇസ്ലാം വാസ് ദ വേൾഡ്സ് ഫാസ്റ്റസ്റ്റ് ഗ്രോയിങ് റിലീജിയൻ ഫ്രം 2010 to 2020. മറ്റൊരു വർഗീയ സ്റ്റേറ്റ്മെൻറ്റ്. ഇത് വർഗീയതയാണോ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം? അപ്പം 2020 വരെയുള്ള കാലഘട്ടത്തിൽ, 10 മുതൽ 20 വരെയുള്ള കാലഘട്ടത്തിൽ ഇസ്ലാം വാസ് ദ വേൾഡ്സ് ഫാസ്റ്റസ്റ്റ് ഗ്രോയിങ് റിലീജിയൻ എന്ന് നമ്മൾ പറയുമ്പോൾ സെക്കൻഡ് ലാർജസ്റ്റ് എന്ന് പറയുന്നത് അത് ക്രിസ്ത്യൻസ് ആണെന്ന് പറയുമ്പോൾ ഇത് വർഗീയതയാവും? ഇതൊരാളൊരു കാര്യം പറയാം, പൊളിറ്റിക്സ് എന്ന് പറയുമ്പോൾ അതിനകത്ത് ഇത്തരം കാര്യങ്ങൾ ഇവിടെ വരുന്നുണ്ട്. നിങ്ങൾ തന്നെയല്ലേ, രാഹുൽ ഗാന്ധി അല്ലേ ഈ സെൻസസ് എടുക്കണമെന്ന് പറഞ്ഞ് നടക്കുന്നത്?
നടക്കുന്നത്? സെൻസസ് എടുത്തു എന്ന് വിചാരിക്കാം. ഇവിടെ മതാടിസ്ഥാനത്തിലുള്ള സെൻസസ് എടുത്തു കഴിയുമ്പോൾ അതിലും ഇതേ ചിത്രം തന്നെയല്ലേ പുറത്തേക്ക് വരാൻ പോകുന്നത്? എന്താ ഇതിനകത്ത് വ്യത്യാസം ഉണ്ടാകാൻ പോകുന്നത്? മുസ്ലിങ്ങളുടെ പോപ്പുലേഷൻ ഇൻക്രീസ് ചെയ്തിട്ടുണ്ട്. 2011 അവിടെ സെൻസസ് എടുത്ത് നിർത്തിവെച്ചിരിക്കുകയാണ്. ഇതുവരെ പിന്നീട് ഒരു സെൻസസ് നടന്നിട്ടില്ല എന്നാണ് അറിയുന്നത്. എന്താ അതിനെക്കുറിച്ച് നിങ്ങൾ പ്രസ് ചെയ്യാത്തത്? അതിലൂടെ വരുന്ന വിവരം ഇവിടെ മുന്നോട്ട് വന്നു കഴിഞ്ഞാൽ എന്തായിരിക്കും നിങ്ങളുടെ പ്രതികരണം? അവിടെ മുസ്ലിങ്ങളാണ് ഏറ്റവും കൂടുതൽ വളർന്നത്, ഏറ്റവും വലിയ ജനസംഖ്യ വളർച്ച കാണിക്കുന്നത് മുസ്ലിങ്ങളാണ്. അതൊരു ഘട്ടം കഴിഞ്ഞാൽ അത് ഹിന്ദു പോപ്പുലേഷൻ്റെ ഒപ്പം എത്തും. അതിനും അപ്പുറത്തേക്ക് ഓവർടേക്ക് ചെയ്യുന്നത് പോട്ടെ, ഇതൊരു സൈസബിൾ പോപ്പുലേഷൻ ആയി കഴിയുമ്പോൾ സമൂഹത്തിനുണ്ടാകുന്ന പൊളിറ്റിക്കലായിട്ടുള്ള പ്രഷർ ഉണ്ടാക്കുന്ന രീതികൾ, ഇത് ഇന്ന് ആഗോളതലത്തിൽ തന്നെ ചർച്ച ചെയ്യുന്ന കാര്യമാണ്. പള്ളികളിൽ ഉസ്താദുമാർ വെളിയിൽ യൂറോപ്പിലും അമേരിക്കയിലും എങ്ങനെയാണ് ഇരുന്നിട്ട് ഈ സാധനം പറയുന്നതെന്നുള്ളതിൻ്റെ വീഡിയോ നമുക്ക് വേറെ പ്ലേ ചെയ്യാം. ഇന്നിപ്പോൾ തപ്പിപ്പോൾ കിട്ടിയിട്ടില്ല, സമയമില്ലാത്തതുകൊണ്ട്. ഞാനത് കട്ട് ചെയ്തിടുന്ന സമയത്ത് അത് നമുക്ക് ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റുമോ നോക്കാം. ഇവിടെ നിങ്ങൾക്കത് കേൾക്കാം. എഡിറ്റർ പ്ലീസ് നോട്ട്. അപ്പോൾ അത് നിങ്ങൾ കേൾക്കുക. അപ്പോൾ അവിടെ പറയുന്നത് എന്താണ്? നമ്മൾ വയലൻസ് എന്ന് പറയുന്ന സാധനം, വയലൻ്റ് ആയിട്ടുള്ള രീതികളൊക്കെ തൽക്കാലത്തേക്ക് ഒന്ന് മാറ്റി വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യണം? നമുക്ക് ജനാധിപത്യ പ്രക്രിയയെ നമ്മളുടെ പരിധിയിൽ കൊണ്ടുവരണം. അതിനെന്താ വഴി? അതിന് വഴി നമ്മൾ ഈ സാധനത്തെ നമ്മളുടേതാക്കി മാറ്റുക. അതിനെന്താ വഴി? പെറ്റുകൂട്ടുക. പച്ചയ്ക്ക് പറയാണ്, നമ്മൾ പെറ്റുകൂട്ടുക. അത് കാനഡയിൽ പറയുന്നു, US പറയുന്നു, UK പറയുന്നു. മുഹമ്മദ് ഹിജാബാണ് ഏറ്റവും ഒടുവിൽ പറഞ്ഞത്. അതിന് കണക്കടക്കം വെച്ചിട്ട് നമ്മൾ ഈ വീഡിയോ മുന്നേ ചെയ്തിട്ടുള്ളത്. ഇത് എപ്പോഴും നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നതുകൊണ്ട് നമുക്കിതിൽ പുതുമയൊന്നുമില്ല. പക്ഷേ നടേശൻ ഇപ്പോൾ പറഞ്ഞപ്പോഴാണ് നാട്ടുകാരൊക്കെ കേൾക്കുന്നത്. നന്നായി എന്നേ ഞാൻ പറയുള്ളൂ. ഈ സമൂഹം എങ്ങനെയാണ് ഇത്തരം വിഷയങ്ങളിൽ സെൻസിറ്റൈസ്ഡ് ആകുന്നത് എന്നതിൻ്റെ കൃത്യമായ ഒരു രീതിയാണ് ഇവിടെ കാണുന്നത്. അടുത്ത ദിവസം ന്യൂസ് ചാനലിൽ ചർച്ച വരും. അവിടെയും നമ്മൾ തന്നെയാണ് പറയും. ഞാനിത് പറയും, കാരണം ഇത് പറയാതിരിക്കേണ്ട കാര്യമില്ല. ഇതിനകത്ത് കൃത്യമായ തെളിവുണ്ട്. ആർക്ക് വേണമെങ്കിലും ചാലഞ്ച് ചെയ്യാം. ഇവിടെ 13.8 ചാനലിൽ നമ്മളൊരു ചർച്ച നടത്തി. ഈ ഒരു ഇസ്ലാമോഫോബിയ സംബന്ധിച്ചൊരു ചർച്ച നടത്തിയപ്പോൾ അതിനകത്ത് ആരൊരാൾ ഈ സംഭവം പറഞ്ഞപ്പോൾ അന്ന് അവിടെ ഇരുന്ന സുൽഫത്ത് എന്ന് പറയുന്ന ഒരു യുക്തിവാദിനിയായ സുൽഫത്ത് പോലും പറയുന്നത് ഇത് സംഘികളുടെ വാദമാണെന്നാണ് പറഞ്ഞത്. ഞാൻ അന്ന് അവിടെ ഇരുന്നിട്ട് മൊബൈലിൽ ഇതിൻ്റെ കണക്കെടുത്തിട്ട് വായിച്ചു കൊടുത്തു. എന്നിട്ട് ചോദിച്ചു, ഇത് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയാണ് സംഘികൾ പറയുന്നത്? അപ്പോൾ പ്യൂ റിസർച്ച് എന്ന് പറയുന്നത് സംഘികളുടെ അമ്മായിപ്പൻ ഉണ്ടാക്കിയതാണ്. അപ്പോൾ എന്ത് പറഞ്ഞാലും ഏത് പറഞ്ഞാലും ഒരു വസ്തുതയായിട്ട് പറയാൻ ഇവിടെ അനുവാദമില്ലാതെ നിങ്ങളുടെ ഈ തീട്ടൂരങ്ങൾക്ക് വഴിപ്പെട്ടിട്ട് വേണം ബാക്കി കാര്യങ്ങളെല്ലാവരും പറയേണ്ടത് എന്ന് പറഞ്ഞാൽ അത് നിങ്ങളുടെ വീട്ടിൽ പറഞ്ഞാൽ മതി. അതിവിടെ എടുക്കില്ല. ഇത് വസ്തുതയാണ്. ഇത് പറയാനുള്ള അനുവാദം ഇവിടെ ഉണ്ട്. ഇത് പറഞ്ഞേ പറ്റുള്ളൂ എന്ന് തന്നെയാണ് നമ്മൾ പറയുന്നത്. അതല്ലാതെ ഇത് പറയാൻ പാടില്ല, ഇത് പറഞ്ഞാൽ സംഖ്യ വളരുന്നതാണെന്നുണ്ടെങ്കിൽ അത് നമ്മൾ എടുക്കില്ല. സംഖ്യ വളരണ്ടേ എന്നുള്ളത് എൻ്റെ ബാധ്യതയല്ല. നിങ്ങൾ കാണിക്കുന്ന പോക്കിരിത്തരങ്ങൾ വളർത്താതിരിക്കുക എന്നുള്ളത് എൻ്റെ ബാധ്യതയാണ്. അത് ഞാൻ ചെയ്യും. അതിൻ്റെ ബാക്കിയായിട്ടുള്ള സാധനം ഇപ്പോൾ അതിൽ വേറെ എന്തെങ്കിലും നടക്കുന്നുണ്ടെങ്കിൽ അത് എൻ്റെ വിഷയമേ അല്ല. ഞാൻ പറയുന്നു, ഇവിടെ ഈ ഇസ്ലാമിക ടെററിസവും അത് വെച്ചുകൊണ്ടുള്ള ഈ വിക്ടിം കാർഡ് കളിയും അവർ ഉന്നയിച്ചുകൊണ്ടിരിക്കുന്ന ഇത്തരത്തിലുള്ള ഈ വർഗീയത തരം നോക്കിയിട്ട് ഇതുപോലെ അങ്ങോട്ടും ഇങ്ങോട്ടും വീതിച്ചു കൊടുക്കുന്ന പരിപാടി നിർത്തിയാൽ തന്നെ സംഖ്യ ഇവിടെ തനിയെ വളർച്ച നിന്ന് മുരടിച്ച് പോയിക്കോളും. ഇതാണ് ഞാൻ പറയുക. ഇതിനെ പ്രോപ്പറായിട്ട് അഡ്രസ്സ് ചെയ്യാതെ നിങ്ങളൊരു വൺ സൈഡഡ് ആയിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞു വെക്കുന്നതുകൊണ്ടാണ് സത്യത്തിലൂടെ സംഖ്യ വളരുന്നത്. കാരണം ഇത് പറയുന്ന ആളുകൾ മുഴുവൻ സംഖ്യയായി മാറും. ഇപ്പോഴും നിങ്ങൾ നോക്കൂ, ഇതിൻ്റെയൊക്കെ കമൻറ്റ് സെക്ഷനിലോ അല്ലെങ്കിൽ ഇതിൻ്റെ മറ്റ് ഏരിയയിലൊക്കെ എവിടെ കമൻറ്റ് ഇട്ട് ഇത് പറഞ്ഞ സംഖ്യ ആകുമ്പോൾ ഞാനും ഒരു സംഖ്യയാണ് എന്ന് പറയുന്ന കമൻറ്റുകൾ നിങ്ങൾക്ക് കാണാം. ഇപ്പം തന്നെ ഞാനിതിവിടെ പറയുമ്പോൾ ഈ കമൻറ്റ് ഏറ്റു പറയുന്ന ആളുകളെ നിങ്ങൾക്ക് ഇവിടെ കാണാൻ കഴിയും. എത്ര ആളുകൾ ഇപ്പോൾ ഇതിന് ശേഷം നമ്മൾ കോളിലേക്ക് പോകും, നിങ്ങൾക്ക് വന്നിട്ട് പറയാം ഈ സംഗതി നിങ്ങൾക്ക് പറയുമ്പോൾ ഇത് പറയരുത് എന്ന് പറയുന്ന ഒരു തീട്ടൂരം നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ അതൊരു പ്രശ്നം തന്നെയാണ്. തീട്ടൂരമാണോ എന്നുള്ള ഒരു വലിയ സംശയം ഇവിടെ നാട്ടുകാർ എന്നെ എപ്പോഴും വന്നിട്ട് ഈ തിരുത്താറുണ്ട്. എനിക്ക് നിങ്ങളോട് എപ്പോഴും പറയണം, നിങ്ങൾ പോയി ഡിക്ഷണറി നോക്കൂ എന്ന് പറയും. ഇന്നിപ്പോൾ അതെ അവസാനം ഇത് പറഞ്ഞിട്ട് മനസ്സിലാവാത്ത ആൾക്ക് വേണ്ടി ഇന്ന് ജോസഫ് മാഷ് എടുത്ത് ഞാൻ നേരിട്ട് ചോദിച്ചിട്ടുണ്ട്. ജോസഫ് മാഷ് സർട്ടിഫൈഡ് ആണ്. ഇനി അത് ചോദിച്ചാലും ഇവിടെ വരരുത്. തിട്ടൂരമല്ല, തീട്ടൂരമാണ്. ന്യൂസിൽ അവിടെ ഇവിടെയൊക്കെ എഴുതി അവർ തെറ്റിച്ചത് അതല്ല അതിൻ്റെ തെളിവ്. ഡിക്ഷണറിയിൽ നോക്കുക. തീട്ട് എന്ന് പറയുന്ന സാധനം, തീട്ട് വരം, അതിൻ്റെ ഷോർട്ടായിട്ട് വന്ന സാധനമാണ് തീട്ടൂരം. അത് കൊച്ചി രാജാവിൻ്റെ ഒരു ഉത്തരവ് എന്നുള്ള രീതിയിലാണ് വരുന്നത്. ആ സാധനം നമ്മൾ ബാക്കിയുള്ളതിനും ഉപയോഗിക്കുന്നു, കളിയാക്കി ഉപയോഗിക്കുകയാണ് ചെയ്യുന്നത്. തീട്ടൂരം തന്നെയാണ്. തീ ആണ്, തീ അല്ല. ഓക്കെ, ഇനി അതും പൊക്കി പിടിച്ച് ആരും വരണ്ട. ഇനിയെങ്കിലും നിങ്ങൾ തിരുത്തുക. ജോസഫ് മാഷ് മലയാള അധ്യാപകനാണ്. അദ്ദേഹം തന്നെയാണ് സർട്ടിഫൈ ചെയ്ത് തന്നിരിക്കുന്നത്. ഇനി അതും പൊക്കി പിടിച്ച് വരണ്ട എന്നുള്ളതാണ്. തിരുത്താനായിട്ട് വരരുത്. ഇത് നമ്മൾ പലതവണ പല ആളുകൾക്ക് പേഴ്സണലി അറിയിച്ചു കൊടുത്തിട്ട് പിന്നെ ഇത് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതൊന്ന് സാന്ദർഭികമായിട്ട് ഓർമ്മ വന്നപ്പോൾ പറഞ്ഞു മാത്രം. നമ്മുടെ വിഷയത്തിലേക്ക് വന്നാൽ ഈ പറയുന്ന സംഗതി പറയുന്ന ഒരു അവസ്ഥ ഉണ്ടാകുമ്പോൾ ആ പറയുന്ന ആളുകളെ ചാപ്പയടിച്ചുകൊണ്ട് നിങ്ങൾക്ക് മാറ്റി നിർത്താൻ കഴിയില്ല എന്നുള്ളതാണ്. ഇനി ഇവിടെ ഈ പ്യൂ റിസർച്ച് എല്ലാം സ്പോൺസർഡ് ബൈ പ്യൂ റിസർച്ച് സെൻ്ററാണ് കേട്ടോ. നിങ്ങൾ നോക്കുക. ഇവിടെ മുസ്ലിം പോപ്പുലേഷൻ ഇൻക്രീസ്ഡ് മോർ ദാൻ എനി അതർ റിലീജിയൻ ഫ്രം 2010 to 2020. ഇതിൽ ആ കണക്ക് നിങ്ങൾക്ക് അവിടെ റൈറ്റ് സൈഡിൽ കാണാം. അവിടെ ക്രിസ്ത്യൻസ് ഗ്രോ ചെയ്തത് -1.8 ആണ്. എന്ന് വെച്ചാൽ അവർ താഴോട്ടാണ് പോയത്. ബാക്കിയുള്ള ഓരോ റിലീജിയൻ ഗ്രോ ചെയ്തത് 0.08 -0.9 റിലീജിയസ്ലി അൺഅഫിലിയേറ്റഡ് അതിൻ്റെ ഗ്രോത്ത് അവിടെ +0.9 ആണ്. അതായത് മുസ്ലിങ്ങൾ 1.8 ഉണ്ടെങ്കിൽ അതിൻ്റെ പകുതി വെച്ച്
ഗ്രോ ചെയ്തിരിക്കുന്ന, അതായത് ഒരു പെർസെൻറ്റേജ് ഗ്രോത്ത് വേറെ ഏതെങ്കിലും ഒരു റിലീജിയൻ കാണിച്ചിട്ടുണ്ടെങ്കിൽ, ഇസ്ലാം അല്ലാതെ ഒരു റിലീജിയൻ ഉണ്ടെങ്കിൽ അത് മതമില്ലാത്ത ആളുകളാണ് വളർന്നിട്ടുള്ളത്. എന്നാൽ മുസ്ലിങ്ങൾ അവിടെ വളർന്നത്, അവിടെ നിങ്ങൾക്ക് കാണാം +1.8%, ഓൾമോസ്റ്റ് 2% മുസ്ലിങ്ങൾ ലോകത്ത് വളർന്നു എന്നതാണ് ഇവിടെ കാണുന്നത്. അപ്പോൾ നടേശൻ പറഞ്ഞത് വർഗീയതയാണെങ്കിൽ പ്യൂർ റിസർച്ച് ഈ പറഞ്ഞതും വർഗീയതയാകണ്ടേ? അല്ല, വർഗീയതയല്ല. ഇനി എന്തുകൊണ്ട്? റീസൺസ് ദ ഗ്ലോബൽ മുസ്ലിം പോപ്പുലേഷൻ ഗ്രൂ ക്വിക്ക്ലി. അപ്പോൾ ഞാനിതാണ് പറയാറ്. ഇപ്പോൾ കഴിഞ്ഞ വർഷം, ഇതിപ്പോൾ ഈ 2010 മുതൽ 20 വരെയുള്ളതിൻ്റെ കണക്ക് 2025 ജൂണിലാണ് വിട്ടത്. ഇതിന് മുന്നേ വന്നത് 2000 മുതൽ 2010 വരെയുള്ള കണക്ക് 2012 13 കണ്ടാണ് അവർ പബ്ലിഷ് ചെയ്തത്. പ്യൂർ റിസർച്ച് തന്നെയാണ് പബ്ലിഷ് ചെയ്തത്. അതിലും അവരുടെ ടൈറ്റിൽ ഇത് തന്നെയാണ്, ഇസ്ലാം അല്ലെങ്കിൽ മുസ്ലിംസ് ആർ ദ ഫാസ്റ്റസ്റ്റ് ഗ്രോയിങ് എന്നുള്ള രീതിയിൽ ഒരു ടൈറ്റിൽ ഇട്ടു. അതും വെച്ചുകൊണ്ട് കാക്കമാർ തള്ളിമറിച്ച് നടക്കുകയാണ്. കഴിഞ്ഞ ഒരു ദശകമായിട്ട് നമ്മളത് ഫേസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം നമ്മൾ അവരോട് പറയും, നിങ്ങൾ ഈ തലക്കെട്ടും വായിച്ചിട്ട് വരല്ലേ, നിങ്ങൾ അതിൻ്റെ ഉള്ളിൽ വായിക്കൂ, അതിൽ കൊടുത്തിട്ടുണ്ടല്ലോ എന്തുകൊണ്ട് മുസ്ലിങ്ങൾ വളർന്നു എന്നത് ചോദിക്കുമ്പോൾ അവരത് തൊടില്ല, ആ ഭാഗത്തേക്കേ പോയില്ല. തലക്കെട്ടും വായിച്ചിട്ട് ആഘോഷം രാവ് എന്ന് പറഞ്ഞിട്ട് അവിടെ ബൈത്തും പാട്ടുമായിട്ട് നടക്കും. ഇതാണ് അവരുടെ രീതി. അപ്പോൾ അന്ന് നമ്മൾ പറഞ്ഞ് വീഡിയോ ചെയ്ത് നിങ്ങളിപ്പോൾ ഒരു കാര്യം ശ്രദ്ധിച്ചിട്ടുണ്ടാവും, ഈ പറയുന്ന പ്യൂർ റിസർച്ചും കൂട്ടി പിടിച്ചിട്ട് മുസ്ലിങ്ങളാണ് ലോകത്ത് ഏറ്റവും കൂടുതൽ വളരുന്നത് എന്നുള്ളൊരു സ്റ്റേറ്റ്മെൻറ്റ് കാക്കമാർ വെക്കാറില്ല. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്നറിയില്ല. കാരണം എന്താണ്? ഇത് കൊടുത്താൽ അവരുടെ കയ്യിലേക്ക് എത്തുന്നുണ്ട്. നമ്മളെ ചാനൽ കാക്കമാരും കാണുന്നില്ല എന്നുള്ള ഒരു വാദമായിട്ട് ആരും ഇവിടെ വരണ്ട. എനിക്ക് തോന്നുന്നു ഈ വിഷയം വളരെ കൃത്യമായിട്ട് അഡ്രസ്സ് ചെയ്യുന്ന നമ്മുടെ നാട്ടിൽ വേറെ ആരും ചെയ്യുന്നതായിട്ട് ഞാൻ കണ്ടിട്ടില്ല. ഞാൻ എൻ്റെ വീഡിയോകളിൽ എവിടെയൊക്കെ പറയാൻ സാധിക്കും അവിടെയൊക്കെ നമ്മൾ കൃത്യമായിട്ട് പറയുന്ന ഒരു സാധനമാണ് ഈ മുസ്ലിങ്ങളിലുള്ള വളർച്ചയുടെ കാരണം. അത് പെറ്റുപെരുകുന്നതുകൊണ്ടാണ്. മുസ്ലിങ്ങൾ വേഗത്തിൽ വളരുന്ന മതമല്ല, മുസ്ലിങ്ങൾ വേഗത്തിൽ പെറ്റുപെരുകുന്ന മതമാണ്, ഫാസ്റ്റസ്റ്റ് ബ്രീഡിങ് മതമാണ് എന്നാണ് നമ്മൾ പറയേണ്ടത്. ഫാസ്റ്റസ്റ്റ് ഗ്രോയിങ് എന്നല്ല പറയേണ്ടത്. നമ്മൾ ഓരോ ശ്വാസത്തിലും അത് പറയേണ്ട സമയങ്ങളൊക്കെ ഞാൻ പറയുന്നത് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. എന്ന് പറഞ്ഞാൽ ഇന്ന് കാക്കാമാർ ഇത് കൊണ്ടുവരുന്നില്ല, കോയമാരിത് നിർത്തി എന്നത് തന്നെയാണ് പറയുന്നത്. അപ്പോൾ ഇതൊക്കെ തള്ളിമറിച്ചിട്ട് മുസ്ലിങ്ങൾ വലിയ സംഭവമാണ്, മുസ്ലിങ്ങൾ ഇതേവിടെ രോഗം പിടിച്ചടക്കാൻ പോകുന്നു എന്ന് തള്ളിമറിച്ച് നടന്നിരുന്ന ആളുകൾ ഇന്നിപ്പോൾ സ്വന്തം നാവ് കടിച്ചു വെക്കേണ്ട അവസ്ഥയിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ കാരണം എന്താണ്? നിങ്ങളെ തള്ളിമറിക്കൽ തന്നെയാണ്. അപ്പോൾ നിങ്ങൾ പറഞ്ഞുകൊണ്ട് നടക്കുന്ന കാര്യം ബാക്കിയുള്ള ആളുകൾ പറയുമ്പോൾ അതേ അവൻ പറഞ്ഞു മുസ്ലിങ്ങൾ വലുതായിട്ട് ഇതേപോലെ വളർന്നു വരുന്നു എന്ന് പറയുമ്പോൾ അതേ കണ്ടില്ല അവൻ വർഗീയവാദി, അവൻ ഇതേ വർഗീയ പരാമർശം നടത്തി, കേസ് കൊടുക്കുക, അവനെ വടിയെടുക്കുക, അടിക്കുക എന്നൊക്കെ പറയുന്ന പരിപാടി അത് നടക്കില്ല. നിങ്ങൾ പറയുന്നതന്നെ നമ്മളും പറയുന്നുള്ളൂ, മുസ്ലിംസ് ആർ ദ ഫാസ്റ്റസ്റ്റ് ഗ്രോയിങ് ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ ഇൻ ദ വേൾഡ് എന്ന് നമ്മൾ പറയും. അപ്പോൾ എന്തുകൊണ്ട് വളരുന്നു അതാണ് നമ്മൾ നോക്കേണ്ടത്. അതെ, ദി ഗ്ലോബൽ മുസ്ലിം പോപ്പുലേഷൻ ഗ്രൂ റാപ്പിഡ്ലി. എന്തുകൊണ്ട്? ബിക്കോസ് ഓഫ് ഡെമോഗ്രാഫിക് ഫാക്ടേഴ്സ്. അത് ജനസംഖ്യാപരമായ കാരണങ്ങൾ തന്നെയാണ്. മുസ്ലിംസ് ഹാവ് മോർ ചിൽഡ്രൻ, കൂടുതൽ കുട്ടികൾ, ആൻഡ് ആർ യങ്ങർ ഓൺ ആവറേജ്. ഇത് തന്നെയാണ് അതിൻ്റെ കാരണം പറയുന്നത്. ബാക്കിയൊക്കെ നിങ്ങൾക്ക് ഇരുന്ന് വായിക്കാം. അതിൻ്റെ അവസാനം നിങ്ങൾക്ക് കാണാം, ഇൻ 2020 ദ ഗ്ലോബൽ മീഡിയൻ ഏജ് ഓഫ് മുസ്ലിംസ് വാസ് 9 years ബിലോ ദ നോൺ മുസ്ലിം മീഡിയൻ. അതായത് മുസ്ലിങ്ങളിലെ ഒരു മീഡിയൻ ഏജ് എന്ന് പറയുന്നത് 24 മറ്റ് മതങ്ങളിൽ അത് 34. അപ്പോൾ ആ ഒരു ഏജ് ഗ്രൂപ്പിൻ്റെ ഇടയിൽ അവർക്ക് ഉണ്ടാകാൻ സാധ്യതയുള്ള കുട്ടികളുടെ എണ്ണം നിങ്ങൾ കണക്കാക്കുക. അവിടെയാണ് അതിൻ്റെ മുകളിലുള്ള സാധനം. വി എസ്റ്റിമേറ്റഡ് മുസ്ലിം വുമൻ വുഡ് ഹാവ് 2.9 ചിൽഡ്രൻ ഓൺ ആവറേജ് ഇൻ ഹെർ ലൈഫ് ടൈം കമ്പയർഡ് വിത്ത് 2.2 ചിൽഡ്രൻ പെർ നോൺ മുസ്ലിം വുമൻ. എന്ന് വെച്ചാൽ മുസ്ലിങ്ങൾ അവിടെ 2.9, അതായത് 3 കുട്ടികൾ വരെ ഉണ്ടാക്കുന്ന സമയത്ത് മറ്റുള്ള ആളുകൾ 2 കഷ്ടിച്ചുണ്ടാക്കുന്നു, അല്ലെങ്കിൽ 2.5 കുട്ടികൾ കഷ്ടിച്ചുണ്ടാക്കുന്ന അവസ്ഥയാണ്. എന്ന് വെച്ചാൽ ആ വ്യത്യാസം അവിടെ പ്രകടമാണ്. ഇത് തന്നെയാണ് അതിൻ്റെ കാരണം. അപ്പോൾ കൂടുതൽ കുട്ടികൾ മുസ്ലിങ്ങളിൽ ഉണ്ടാകുന്നു എന്നത് അതിൻ്റെ ഒരു ഗ്രാഫ്. ഇനി ചിത്രം കണ്ടാലേ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ എന്നുണ്ടെങ്കിൽ ചിത്രവും ഇത് അവിടെ വെച്ചിരിക്കുന്നു. വേൾഡ് ഫെർട്ടിലിറ്റി റേറ്റ്സ് ടെൻഡ് ടു ബി ഹയർ അമംഗ് മുസ്ലിംസ് ദാൻ നോൺ മുസ്ലിംസ് ഗ്ലോബലി. അപ്പോൾ നടേശൻ പറഞ്ഞത് എന്താണ്? മുസ്ലിങ്ങൾ ഭൂരിപക്ഷമാകുന്നേ പറഞ്ഞിട്ടുള്ളൂ. എങ്ങനെ ഭൂരിപക്ഷമാകുമെന്ന് പറഞ്ഞിട്ടുണ്ടോ? പച്ചയ്ക്ക് പറഞ്ഞിട്ടുണ്ടോ? അവിടെ അവർ ജനസംഖ്യ കൂട്ടുന്നു എന്നാണ് പറഞ്ഞത്, പക്ഷേ അതിനുവേണ്ടി ശ്രമിക്കുന്നു എന്നാണ് പറയുന്നത്. ഇതിവിടെ കൃത്യമായിട്ട് കണക്കുകൾ പറയുകയാണ്, ഫെർട്ടിലിറ്റി റേറ്റ് കൂടുതലാണ്. അത് ബോധപൂർവം ചെയ്യുന്നതാണോ അത് അല്ലാതെ ചെയ്യുന്നതാണോ അത് നിങ്ങൾ ആലോചിക്കുക, നിങ്ങൾ ചിന്തിക്കുക എന്തുകൊണ്ടായിരിക്കും എന്നുള്ളത്. മുസ്ലിങ്ങളിൽ ഈ പറയുന്ന സാധനം അതിങ്ങനെ ചെയ്യുക എന്നുള്ളതൊരു ബർക്കത്തായിട്ട് കാണുക. കൂടുതൽ കുട്ടികളുണ്ടെങ്കിൽ അതൊക്കെ പഠിച്ചോ നോക്കിക്കോളൂ എന്ന് പറഞ്ഞിട്ട് ചെയ്യുന്ന പരിപാടി പണ്ടേ ഉള്ളതാണ്. അത് മതത്തിൻ്റെ കണ്ണിൽ അത് അങ്ങനെ ഒരു ഇൻസ്ട്രക്ഷൻ ഉള്ളത്, നിങ്ങൾ കൂടുതൽ കുട്ടികൾ ഉണ്ടാക്കണം എന്നുള്ളത്. അതും കൂടാതെ നമ്മൾ ഈ പറഞ്ഞ കാനഡയിലും US-ലൊക്കെ കാണുന്ന പോലെ പച്ചയ്ക്ക് ഉസ്താദുമാർ പ്രസംഗിക്കുന്നതും കൂടി നിങ്ങൾ കേൾക്കുക. കൂടുതൽ കുട്ടികൾ ഉണ്ടാകണം. അവർ കണക്ക് വെച്ചാണ് പറയുന്നത്. അത് സ്വീഡനിലെയും അതുപോലെ മറ്റു പല സ്ഥലങ്ങളിലെയും പള്ളികളിൽ പ്രസംഗം ഈ കുത്തുബ നടത്തിയിട്ട് പറയുന്നതാണ്, നമ്മളിപ്പോൾ തന്നെ ഇത്രയുണ്ട്, അടുത്ത 10 വർഷത്തിനുള്ളിൽ ഇത്രയാവും, അതുകൂടി ആയിക്കഴിഞ്ഞാൽ ഭരണം നമ്മുടെ കയ്യിലേക്ക് വരും എന്ന് പറഞ്ഞിട്ട് അത് വീമ്പ് പറയുന്ന കാക്കാമാർ, ഉസ്താദുമാർ, അത് വെച്ചുകൊണ്ട് ബാക്കിയുള്ള ആളുകളെ അല്ലാഹു അക്ബർ വിളിപ്പിക്കുന്ന ആളുകൾ, മാഷാ അല്ലാഹ് പറയുന്ന ആളുകൾ, ഇതാണ് നമ്മൾ കാണുന്നത്. ഇതിവിടെ ഉണ്ട്. ഇത് പറയുമ്പോൾ വർഗീയതയാവുന്ന എങ്ങനെയാണ്? കണക്കുകളല്ലേ നമ്മൾ പറയുന്നത്. അപ്പോൾ അത് നമ്മൾ ഒന്ന് ശ്രദ്ധിക്കണം. ഇതാണ് ഇതിൻ്റെ ഉള്ളിൽ നടക്കുന്ന കാര്യമെന്ന് നമ്മളൊന്ന് പറഞ്ഞു വെക്കണം. ഇനി അടുത്തത്,
ഇവിടെ ഇതൊക്കെ പറയുമ്പോഴും കാക്കമാർ പിന്നെ പൊക്കിക്കൊണ്ടുവരുന്ന സാധനമാണ്, അല്ല ഇത് കൺവേർഷനാണ് അതിൻ്റെ കാരണം. കൂടുതൽ മുസ്ലിങ്ങൾ ഇസ്ലാമിലേക്ക് വരുന്നത്, സ്ത്രീകൾ ഇതിങ്ങനെ ചറപറാന്ന് പറഞ്ഞിങ്ങനെ ഒഴുകി വരികയാണ് ഇസ്ലാമിലേക്ക്. നിങ്ങൾ പറയുന്നത് പച്ചനുണയാണ്. ഇതേ പ്യൂർ റിസർച്ച് ഇവിടെ പറഞ്ഞു വെക്കുന്നത് എന്താണ്? അറ്റ് ദ ഗ്ലോബൽ ലെവൽ മുസ്ലിം പോപ്പുലേഷൻ ചേഞ്ച് ഹാസ് ലിറ്റിൽ ടു ഡു വിത്ത് ദ പീപ്പിൾ കൺവേർട്ടിങ് ഇൻ ടു ഓർ ഔട്ട് ഓഫ് ദ ഫെയ്ത്ത്. എന്ന് വെച്ചാൽ മുസ്ലിം പോപ്പുലേഷൻ അതിൻ്റെ വളർച്ചയിൽ മതപരിവർത്തനം എന്ന് പറയുന്ന സാധനത്തിന് ഒരു ബന്ധവുമില്ല, ഒരു റോളും ഇല്ല എന്ന് പറയുന്നത്. കാരണം 1% ആളുകൾ പുറത്തേക്കും അതേസമയം തന്നെ 1% ആളുകൾ അകത്തേക്കും വരുമ്പോൾ അതിൻ്റെ നെറ്റ് ഇഫക്റ്റ് എന്ന് പറയുന്നത് 0 ആണ്. അതുകൊണ്ട് കൺവേർഷൻ വെച്ചുകൊണ്ടല്ല ഇവിടെ മതം വളരുന്നത്. ഇനി അതും പൊക്കി പിടിച്ചാരും വരണ്ട എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങളുടെ മതത്തിൻ്റെ മേന്മ കണ്ടിട്ട് ആരും വരുന്നുണ്ട് എന്ന് നിങ്ങൾ പറയുന്നുണ്ടെങ്കിൽ നിങ്ങൾ അതേപോലെ ആലോചിക്കേണ്ടത് അതേ തുല്യ ശതമാനം ആളുകൾ 1% അത് പുറത്തേക്ക് പോകുന്നുണ്ട് ഈ മതത്തിൻ്റെ കൊള്ളരുതായ്മ കണ്ടിട്ട്. ഇനി എനിക്കൊരു പരാതി എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളിതൊക്കെ പറയും, പക്ഷേ ഈ എന്നെ വരെ, ഈ എക്സ് മുസ്ലിമായി എന്നെ വരെ നിങ്ങൾ ഈ മുസ്ലിങ്ങളുടെ കണക്കിൽ എണ്ണിയിട്ടുണ്ട്, അത് നിങ്ങൾക്കറിയാം. എന്നിട്ടാണ് നിങ്ങൾ ഈ പറയുന്ന എണ്ണമൊക്കെ എടുത്തിരിക്കുന്നത് എന്നുള്ളത് കൂടി നിങ്ങൾ ആലോചിക്കും. ഈ ലോകത്തുള്ള എക്സ് മുസ്ലിങ്ങളുടെ എണ്ണം പോലും നിങ്ങൾ ഈ സാധനത്തിനകത്ത് പലപ്പോഴും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. കാരണം എന്താ, മിക്കവാറും ഭൂരിപക്ഷം മുസ്ലിങ്ങളും ക്ലോസറ്റഡ് എക്സ് മുസ്ലിംസിലാണ്. എന്ന് വെച്ചാൽ അവർ പച്ചയ്ക്ക് പുറത്ത് പറയില്ല എന്നുള്ളതാണ്, പറയാൻ സാധിക്കില്ല. പറഞ്ഞാൽ തല പോകുന്ന അവസ്ഥ ഇന്ന് മിഡിൽ ഈസ്റ്റിലുണ്ട്, മറ്റ് പല സ്ഥലങ്ങളിലുണ്ട് എന്നിരിക്കെ അത് പറയാൻ അനുവദിക്കാത്തത് കൊണ്ടും നിങ്ങൾ അവരെ മുസ്ലിങ്ങളായിട്ട് എണ്ണിയിട്ടുണ്ട്. അപ്പോൾ അവരുടെയും കൂടി എണ്ണം നിങ്ങളൊന്ന് എടുത്തു നോക്കുക. അതും കൂടി എടുത്തു കഴിഞ്ഞാൽ ഈ കാക്കമാരുടെ എണ്ണത്തിൻ്റെ കഥയൊക്കെ വെളിച്ചത്ത് വരും. ഇറാനിലെ പഠനം നമ്മൾ മുന്നോട്ട് 65% മുസ്ലിങ്ങൾ അവിടെ ഓൾറെഡി മതം വിട്ട് കഴിഞ്ഞു. ഇറാനിലെ കഥ 99% മുസ്ലിങ്ങളുള്ള ഒരു രാജ്യമാണ് ഇറാൻ. അവിടെ 65%-ലധികം മുസ്ലിങ്ങൾ മതം വിട്ട് കഴിഞ്ഞു. ഇതാണ് അവിടുത്തെ കഥ. പള്ളികൾ പൂട്ടുന്നതിനെ കുറിച്ച് പറഞ്ഞു. പള്ളികൾ അവിടെ അടച്ചുപൂട്ടാണ്, ആളുകളില്ല പള്ളിയിൽ പോകാൻ. 50,000 പള്ളികളാണ് അവിടെ പൂട്ടിയത്. അത് എവിടെ പൂട്ടി എന്നൊക്കെ പറഞ്ഞിട്ട് എഴുന്നള്ളിച്ച് വരേണ്ട. അതിൻ്റെ വീഡിയോ ഇവിടെ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ കണക്കും എന്താണ് എവിടെയാണ് പറഞ്ഞതെന്നുള്ളതൊക്കെ അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. അങ്ങനെ ഒന്നും ഇല്ല എന്ന് പറഞ്ഞ് എഴുന്നള്ളി വരണ്ട. അങ്ങനെ ആർക്കെങ്കിലും ഉണ്ട് ഇതിന് ശേഷം കോൾ ഉണ്ട്, ആ സമയത്ത് വന്നാൽ നമുക്ക് ന്യൂസ് പരിശോധിക്കാം. നിങ്ങൾക്ക് അതിൻ്റെ വസ്തുത ലൈവായിട്ട് നമുക്ക് ഇവിടെ പരിശോധിപ്പിച്ച് കാണിച്ചു തരാം. അതിന് ത്രാണിയുള്ള കാക്കമാരാരെങ്കിലും ഉണ്ടെങ്കിൽ വിളിക്കുക, വരിക. ഇത് കഴിയുമ്പോൾ ഉണ്ടാവും, വെയിറ്റ് ചെയ്യുക. ഓക്കെ, 9072555001 ഒന്ന് ഡയൽ ചെയ്യാൻ നമ്പറൊക്കെ ഒന്ന് സേവ് ചെയ്ത് വെച്ചോളൂ. അതാണ് എനിക്കതിൽ പറയാനുള്ളത്. അപ്പോൾ അങ്ങനെ മുസ്ലിങ്ങളായിട്ടുള്ള ആളുകളുടെ എണ്ണം ഇവിടെ കുറയുന്നതിൻ്റെ മറ്റൊരു വശം കൂടി ഇവിടെ ഉണ്ട്. അത് പറയാൻ അനുവദിക്കാത്തതുകൊണ്ട് നിങ്ങൾക്ക് കൗണ്ട് ചെയ്യാൻ പറ്റാത്തതാണെന്നുള്ളതാണ് പറഞ്ഞു വെക്കുന്നത്. ഈ സൗദിയിലടക്കം നമ്മൾ കാണും. സൗദിയിൽ നമ്മൾ വാർത്ത കണ്ടു, ഓടയിൽ ഖുർആൻ എഴുതി ഇതുപോലെ എറിഞ്ഞ് കളഞ്ഞിട്ട് അത് ഓട ബ്ലോക്കായപ്പോൾ എന്താണ് ഈ ബ്ലോക്ക് എന്നറിയാൻ വേണ്ടി അവിടുത്തെ മുനിസിപ്പാലിറ്റിയും അവരൊക്കെ ഓടി വന്ന് തോണ്ടി നോക്കിയപ്പോൾ ഓടയിൽ നിന്നും എന്ന് പറയുന്ന ആ കൃതി നിങ്ങൾക്ക് ഓർമ്മ എന്ന് പറഞ്ഞ് ഓടയിൽ നിന്നും ഖുർആൻ പൊക്കിയെടുക്കുന്ന അവസ്ഥ. ഇതാണ് അവിടെ ഉള്ളത്. സൗദി അറേബ്യയിൽ നടക്കുന്ന കാര്യമാണ് ഈ പറയുന്നത്. അതിൻ്റെ വീഡിയോയും നമ്മളിവിടെ മുന്നേ പ്രദർശിപ്പിച്ചത്. സൗദിയിൽ ഓടയൊന്നുമില്ല എന്ന് പറഞ്ഞിട്ട് ഇങ്ങോട്ട് വരണ്ട. ഓടയില്ലാത്ത സ്ഥലം അല്ല സൗദി. അവിടെയും ഓടയൊക്കെ ഉണ്ട്. അത്യാവശ്യം ഖുർആൻ വീഴാൻ മാത്രം നാറ്റമുള്ള ഓട സൗദിയിലുണ്ട് എന്നുള്ള കാര്യം ഒന്ന് ഓർത്തേക്കുക. അതും നമുക്കവിടെ കാണാൻ കഴിയും. അപ്പോൾ ഇങ്ങനെ ഈ ഇസ്ലാമിൻ്റെ ഏറ്റവും ഈറ്റില്ലങ്ങൾ എന്നൊക്കെ വിളിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥലങ്ങളായ അറബ് രാഷ്ട്രങ്ങളിൽ പോലും ഈ ഖുർആൻ ഓടയിലേക്ക് വലിച്ചെറിയുന്ന അവസ്ഥ ഉണ്ടെങ്കിൽ എന്താണ് അത് തെളിയിക്കുന്നത്? മുസ്ലിങ്ങൾ പുറത്തേക്ക് പോകുന്നതിൻ്റെ എണ്ണം നിങ്ങൾക്ക് ആകില്ല ഉടനെ എന്നുള്ളതാണ്. ഇനി യൂസഫുൽ കർലാവി എന്ന് പറയുന്ന ഉസ്താദ് പണ്ട് പറഞ്ഞു വെച്ചിട്ടുണ്ട്, ഈ മതം വിട്ടവനെ കൊല്ലണമെന്നുള്ള ഒരു നിയമം ഇസ്ലാമിൽ ഇല്ലായിരുന്നു എന്നുണ്ടെങ്കിൽ ഇസ്ലാം ഇന്ന് ജീവനോടെ ഉണ്ടാവില്ലായിരുന്നു എന്ന് പുള്ളി പറഞ്ഞു വെച്ചിട്ടുണ്ട്. എന്താ കാരണം? ഈ മതം വിട്ട് കഴിഞ്ഞാൽ അവനെ തല്ലിക്കൊല്ലും എന്നുള്ള പേടികൊണ്ടാണ് നാട്ടുകാരും കാക്കമാരും പുറത്ത് പറയാത്തത്. അതും അവിടെ നിൽക്കുന്നത്. അപ്പോൾ ഇത് എഴുന്നള്ളിച്ച് ഇനി വരണ്ട, ലിറ്റിൽ ടു ഡു വിത്ത് കൺവേർഷൻ എന്ന് തന്നെയാണ് അവിടെ പറഞ്ഞു വെച്ചിരിക്കുന്നത്. മതം മാറുക എന്ന് പറയുന്ന സംഭവത്തിൽ ഒരു റോളുമില്ല, എന്നാൽ റോള് മുഴുവൻ കിടക്കുന്നത് നിങ്ങളുടെ പെറ്റുകൂട്ടൽ സംവിധാനത്തിലാണ് എന്നുള്ളതാണ്. അത് ഇവിടെ നിന്ന് ഓർമ്മിപ്പിക്കുകയാണ്. ഇനി അടുത്തത് ഇതേപോലെ എത്ര ആളുകൾ, എത്ര മില്യണാണ് ഇതിനകത്ത് ഇൻക്രീസ് വന്നതെന്നുള്ളത് നിങ്ങൾ നോക്കുക. അതായത് പ്യൂർ റിസർച്ച് തന്നെയാണ് കേട്ടോ, ഇനി എന്നെ പറയേണ്ട സംഖ്യകളാണ്. അവിടെ എഴുതി നമ്പർ ഓഫ് പീപ്പിൾ ഇൻ 2020 ബില്യൺസ്. അത് അവിടെ കാണാം. 2.3 ബില്യണാണ് ക്രിസ്ത്യൻസ് അവിടെ ഉള്ളത്. 2 ബില്യണാണ് അവിടെ മുസ്ലിം പോപ്പുലേഷൻ. 1.9 ആണ് നമ്മൾ ഉള്ളത്. എന്ന് വെച്ചാൽ റിലീജിയസ്ലി അൺഅഫിലിയേറ്റഡ്, റിലീജിയൻ ഇല്ലാത്ത ആളുകൾ അവിടെ 1.9 ആണ്. ഇനി എത്ര ശതമാനം വെച്ച് കൂടിയെന്ന് നിങ്ങൾ നോക്കുക. അതായത് 346 മില്യൺ മുസ്ലിംസാണ് ഈ പറയുന്ന കാലയളവിൽ ലോകത്ത് വർദ്ധിച്ചത്. ആ കണക്കിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാക്കിയുള്ള എല്ലാ എണ്ണം കൂടി കൂട്ടിയാൽ അതിനേക്കാൾ കൂടുതലാണ് ഈ പറയുന്ന ബാക്കിയുള്ള എല്ലാ റിലീജിയനും കൂടി കൂട്ടിയാൽ അതിനേക്കാൾ കൂടുതലാണ് ആ നമ്പർ എന്നുള്ളതും കൂടി നിങ്ങൾക്ക് കാണാം. അതേപോലെ ഇൻക്രീസ് ചെയ്ത മറ്റൊരു കൂട്ടം ഉണ്ടെന്നുണ്ടെങ്കിൽ അത് നമ്മളാണ്, അൺഅഫിലിയേറ്റഡ് നോൺ റിലീജിയസ് ആയിട്ടുള്ള ആളുകൾ. അവരാണ് അവിടെ നിങ്ങൾക്ക് 3-ാം സ്ഥാനത്ത് കാണാൻ കഴിയുന്നത്. അപ്പോൾ നടേശനോട് എനിക്ക് പറയാനുള്ളത്, ലോകത്തെ മുസ്ലിങ്ങളുടെ എണ്ണം കൂടുന്നുണ്ട്, അതിൽ സംശയമൊന്നുമില്ല. പക്ഷേ അതിനേക്കാൾ വേഗത്തിൽ വർദ്ധിക്കുന്ന ഒരു ഗ്രൂപ്പ് ഇവിടെ ഉണ്ടെങ്കിൽ, അത് ഉണ്ടാകാൻ പോകുന്നുണ്ടെങ്കിൽ, ഭൂരിപക്ഷമാകാൻ പോകുന്നുണ്ടെങ്കിൽ അത് മതമില്ലാത്ത ആളുകളാണ്. അതാണ് നിങ്ങൾ പറയാൻ വിട്ടുപോകുന്നത്. അവിടെയാണ് നമ്മളുടെ റോള്. അപ്പോൾ നിങ്ങൾ ഈ കണക്കുകൾ വസ്തുത ഉണ്ട് അത് പറയുമ്പോൾ അതിനകത്ത് ഭീതി വരുന്നതും നിങ്ങളെ വർഗീയവാദിയായിട്ട് ഇവിടെ ചിത്രീകരിക്കേണ്ടി വരുന്നതും അല്ലെങ്കിൽ ആ രീതിയിലേക്ക് ചിത്രീകരണമായി പോകുന്നതിൻ്റെ കാരണം എന്താണ്?
ഒന്ന് ഈ വസ്തുത നാട്ടുകാരും കണ്ടിട്ടില്ല എന്നുള്ളതുകൊണ്ട്. അതേസമയം എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ നിങ്ങൾ വർഗീയവാദിയായിട്ട് ചിത്രീകരിക്കാത്ത എന്താണ് ഈ വസ്തുത കണ്ടിട്ടുള്ളതുകൊണ്ടും അതോടൊപ്പം തന്നെ ഇതൊരു ഡേഞ്ചർ ആകുമോ ഇല്ലയോ എന്നുള്ളൊരു സംഗതി അവിടെ വെക്കുന്ന ഒരു എന്താ പറയുക ആശങ്കയുണ്ട്, പങ്കുവെക്കുന്ന ഒരു ആശങ്ക. ആ ആശങ്കയ്ക്ക് സ്കോപ്പ് ഉണ്ടോ? ഉണ്ട്. എന്നാൽ അതിനെ ഫൈറ്റ് ചെയ്യാനുള്ള വഴികൾ ഇവിടെ ഉണ്ടോ? ഉണ്ട്. ആ വഴികളെ ഇവിടെ ആരെങ്കിലും ഉപയോഗപ്പെടുത്തുന്നുണ്ടോ? അതിനുള്ള എന്തെങ്കിലും ഒരു പണി ഇവിടുത്തെ സംവിധാനങ്ങൾ ചെയ്തു വെക്കുന്നുണ്ടോ? രാഷ്ട്രീയം ചെയ്തു വെക്കുന്നുണ്ടോ? മേലധ്യക്ഷന്മാർ ചെയ്തു വെക്കുന്നുണ്ടോ? അല്ലെങ്കിൽ ഇവിടുത്തെ സർക്കാർ സംവിധാനങ്ങൾ എന്തെങ്കിലും ചെയ്തു വെക്കുന്നുണ്ടോ? ഇല്ല. ഒരു മണ്ണാങ്കട്ടയും ചെയ്യുന്നില്ല. അതെന്താണുള്ളത്? ഈ മതം ഉപേക്ഷിക്കുന്ന ആളുകളെ സപ്പോർട്ട് ചെയ്യുക, സെക്യുലറായിട്ട് ചിന്തിക്കുന്ന ആളുകളെ സപ്പോർട്ട് ചെയ്യുക, അതുപോലെ കോ എക്സിസ്റ്റൻസ് എന്ന് പറയുന്ന സംഗതിയിൽ വിശ്വസിക്കുന്ന ആളുകളെ സപ്പോർട്ട് ചെയ്യുക, ഇതുപോലെയുള്ള മതവിമർശനങ്ങൾ പ്രോത്സാഹിപ്പിക്കുക, അതുവഴി മതത്തിൻ്റെ മേൽക്കോയ്മ തകർക്കാനുള്ള വഴികൾ തുറന്നിടുക. അതാണ് ഇതിൻ്റെ വഴി. അല്ലാതെ നിങ്ങൾ ഈ പറയുന്ന മുസ്ലിങ്ങൾ വർദ്ധിക്കുന്നു അതുകൊണ്ട് വാടാ തോക്കെടുത്തിട്ട് എല്ലാത്തിനും വെടിവെക്കുക എന്നുള്ള രീതിയിൽ ഇത് പറഞ്ഞു വെക്കുമ്പോൾ സ്വാഭാവികമായിട്ടും നിങ്ങൾ ഒരു വർഗീയവാദിയായിട്ട് ഇവിടെ ചിത്രീകരിക്കപ്പെടും. അതാണ് ഇവിടെ സംഭവിക്കുന്നത്. അപ്പോൾ നമുക്ക് ഉള്ള ഡ്യൂട്ടി രണ്ടാണ്. ഒന്ന്, ഇതിൻ്റെ വസ്തുത പറയുക എന്നുള്ളത്. രണ്ട്, ഈ പറയുന്ന സംഗതിയെ ആശങ്കയെ മറികടക്കാനുള്ള വഴികളെക്കുറിച്ച് പറയുക എന്നുള്ളത്. രണ്ടുമാണ് നമ്മളിവിടെ പറഞ്ഞു വെക്കുന്നത്. അതാണ് എൻ്റെ ഉദ്ദേശം എന്ന് പറയുന്നത്. അതാണ് അതിവിടെ പറയുന്നു. അതായത് ഇതിൻ്റെ വസ്തുത നമ്മൾ അറിയണം. വസ്തുത അറിഞ്ഞാൽ ഈ ഭയം മാറും. ഈ പറയുന്ന വസ്തുതകളെ നമ്മൾ മനസ്സിലാക്കിയാൽ എന്നിട്ട് അതിനെ അഡ്രസ്സ് ചെയ്യാനുള്ള വഴികളിലേക്ക് തിരിയുക. എന്താണ് ഇത്? ഈ ചിത്രം തന്നെ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. റിലീജിയസ്ലി അൺഅഫിലിയേറ്റഡ് ആയിട്ടുള്ള ആളുകൾ നെക്സ്റ്റ് ഒരു 2-3 ഒരു ഡെക്കേഡ് എന്ന് പറയുന്നത് അതായത് 2020 ഇപ്പോൾ ഈ കണക്ക് വന്നിരിക്കുന്നത്. 30, 40, 50 വരുമ്പോൾ ആ ഒരു കണക്ക് അന്നൊക്കെ നമുക്കൊക്കെ പ്രായമായിട്ടുണ്ട്. അന്നും നമ്മൾ ഇതേപോലെ വീഡിയോ ചെയ്യാനുള്ള ഒരു കെൽപ്പും ഓർമ്മശക്തിയും കിളി പോയിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ എന്തായിരിക്കും അന്ന് പറയുക? നമ്മൾ എൻ്റെ മക്കളെ അന്ന് പറഞ്ഞത് ഓർമ്മയുണ്ടോ? നമ്മളിവിടെ ഭൂരിപക്ഷമാകുമെന്ന് പറഞ്ഞ് നമ്മൾ പറയും. അതിൽ നമുക്ക് പറയാനുള്ളത് എന്താ? ആ റിലീജിയസിൽ അൺഅഫിലിയേറ്റഡ് ആയിട്ടുള്ള ആളുകളിലാണ് ഈ ലോകത്തിൻ്റെ ഭാവി. കഴിഞ്ഞ ദിവസം നമ്മൾ VG അരുൺ ജഡ്ജ് പറഞ്ഞത് കേട്ടു. ഈ കുട്ടികൾ അവർ മതമില്ലാതെ വളരുന്ന കുട്ടികളിലാണ് ഭാവി എന്ന് പറഞ്ഞത്. അത് എന്താ പറയുക, അച്ചടി ആയിട്ട് പറയുകയാണെങ്കിൽ പോലും അത് വളരെ കൃത്യമായിട്ട് പറഞ്ഞൊരു സംഗതിയാണെന്ന് പറയേണ്ടി വരുന്നതാണ്. അച്ചട്ടാകാൻ പോകുന്ന സംഗതിയാണെന്ന് പറയുന്നതാണ്. എന്നുവെച്ചാൽ അവരിലാണ് ഭാവി. മതമില്ലാതെ വളരുന്ന ആളുകളിലാണ് നാടിൻ്റെ സമാധാനം ഇരിക്കുന്നത്. ഈ പറയുന്ന മതം തലയിൽ കയറുന്ന ആളുകൾ ഭൂരിപക്ഷമായാൽ വലിയ പ്രശ്നമാണ്. അത് ഏത് മതമായാലും പ്രശ്നമാണ്, പ്രത്യേകിച്ച് കാക്കാമാരായാൽ കൂടുതൽ പ്രശ്നമാണ് എന്നുള്ളതാണ് പറയുന്നത്. ഇപ്പോൾ ഇവിടെ ഡ്രൂസുകളൊക്കെ കൊന്നു തള്ളിക്കൊണ്ടിരിക്കുന്നത് നമ്മൾ കാണുന്നത്. ഇനി അടുത്തത്, മുസ്ലിംസ് were the fastest growing religious group over the decade. ഇതിൻ്റെ കാരണം ഇൻക്രീസ് ബൈ 347 മില്യൺ. ഇതിൻ്റെ കാരണം നമ്മളിവിടെ പറഞ്ഞു. ഞാനിത് ഓരോന്ന് കാണിക്കണത് ഇത് എത്രമാത്രം ഡിസ്കസ് ചെയ്യപ്പെടുന്ന ഒരു സംഗതിയാണ് എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, ഇനി അടുത്തത്, പീപ്പിൾ വിത്ത് നോ റിലീജിയസ് അഫിലിയേഷൻ നൺസ് ഗ്രൂ ആസ് എ പെർസെൻറ്റേജ് ഓഫ് ദ വേൾഡ്സ് പോപ്പുലേഷൻ. അത് ഇവിടെ പറഞ്ഞു. നിങ്ങൾ നോക്കുക, വായിക്കുക. ഇത് നമ്മൾ ആകാശത്ത് നിന്ന് ഉരുട്ടിയെടുക്കുന്ന സാധനമല്ല. ഇനി അതിൽ ചിത്രം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ വീണ്ടും ഇതാ ചിത്രം. അതായത് ഓൾമോസ്റ്റ് എ ക്വാർട്ടർ, അതായത് ലോക പോപ്പുലേഷൻ്റെ ഒരു 1/4 എന്നുള്ള രീതിയിൽ, അല്ലെങ്കിൽ ഒരു സൈസബിൾ പോപ്പുലേഷനായിട്ട് ഇവിടെ റിലീജിയസ്ലി അൺഅഫിലിയേറ്റഡ് ആയിട്ടുള്ള ആളുകൾ വന്നു എന്നുള്ളതിൻ്റെ ചിത്രം കൂടി ഇവിടെ കാണാം. ഇതാണ് ഇതിൻ്റെ ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത്. നമ്മൾ ഈ പറയുന്ന സാധനത്തെ, അതായത് ഒരു ധ്രുവീകരണം സംഭവിക്കുമ്പോൾ ആ ധ്രുവീകരണത്തെ തടുക്കാൻ, അതിനെ ലഘൂകരിക്കാനുള്ള വഴി എന്ന് പറയുന്നത് അതിൻ്റെ മിഡിൽ ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കുക എന്നുള്ളതാണ്. ആ ഗ്രൂപ്പ് അതാണ് നമ്മളുടെ ഗ്രൂപ്പ്. അതിവിടെ വളർത്തുക എന്നുള്ളതാണ് ഇതിൻ്റെ വഴി. ഇത് നമ്മൾ ചെയ്താൽ മതി. ഈ പറയുന്ന വെള്ളാപ്പള്ളി നടേശനെ കല്ലെറിയുന്നതിന് മുന്നേ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് ഈ വസ്തുത ആദ്യം മനസ്സിലാക്കിയിട്ട് ഇതിന് വേണ്ട പോംവഴികളെക്കുറിച്ച് ചർച്ച ചെയ്യുക എന്നുള്ളതാണ്. ഇതിവിടെ ഉണ്ട്. ഇത് മനസ്സിലാക്കാതെ നമ്മളെല്ലാം നശിച്ച് ഇതാകെ പോകുന്ന സംഗീത തിന്നാൻ പോണേ, കാക്കാമാർ ഇതാ പിടിച്ചടക്കാൻ പോണേ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നതിൽ വലിയ അർത്ഥമൊന്നുമില്ല. ഈ സംഗതി കണക്കുകൾ സൂചിപ്പിക്കുന്നത്, കാക്കാമാർ പറഞ്ഞുകൊണ്ടിരിക്കുന്നു, സംഖ്യകൾ പറഞ്ഞുകൊണ്ടിരിക്കണമൊക്കെ നമുക്കറിയാമെങ്കിൽ അതിൻ്റെ പോംവഴികൾ ഇവിടെ ഉണ്ട്. അതിനുള്ള വഴികളാണ് നമ്മൾ തപ്പേണ്ടത്. അത് ഇവിടെ നടത്തുകയാണ് വേണ്ടത്. ഇനി ഇതേ കണക്ക് കഴിഞ്ഞ ഡെക്കേഡിൽ എത്രയാണ് എന്നുള്ളതിൻ്റെ, അതായത് 16% ഈ പറയുന്ന അൺഅഫിലിയേറ്റഡ് ആയിട്ടുള്ള ആളുകൾ. ഇത് തൊട്ട് മുന്നത്തെ കണക്കിൽ 2015 പുറത്തുവിട്ട കണക്ക്. അതിൽ നമുക്കിവിടെ കാണാം. ആ കണക്കാണ് ഈ ഒരു കണക്കിലേക്ക് വരുമ്പോൾ 2020 വരുമ്പോൾ അത് 24.2 മാറിയത്. എന്ന് വെച്ചാൽ മുസ്ലിംസ് അവിടെ 25.6 ഇന്നുണ്ടെങ്കിൽ അന്നത് 24.1 അപ്പോൾ എത്ര മാഗ്നിറ്റ്യൂഡ് അവിടെ ഇൻക്രീസ് ചെയ്യുന്ന എത്രയാണ് നോക്കുക. ഇനി ഹിന്ദുസ് അവിടെ നോക്കുക, 14.9 ഇപ്പോൾ. പണ്ടത് 15 അവിടെ കുറയാണ് ചെയ്തത്. അതിൻ്റെ കണക്ക് ഞാൻ മുന്നേയും കാണിച്ചു. അപ്പോൾ ഇതേപോലെ ഒരുപാട് സ്റ്റഡീസ് നടന്നിട്ട്, ഇത് ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള തിങ്ക് ടാങ്ക്സ് എന്നൊക്കെ വിളിക്കുന്ന ഈ പോപ്പുലേഷൻ സ്റ്റഡീസ് നടത്തുന്ന ആളുകൾ അവർ ചെയ്തതിൻ്റെ ചില ഗ്രാഫുകൾ ഇവിടെ ഞാൻ മുന്നിൽ വെക്കുന്നു. നിങ്ങൾക്കത് പോയി പരിശോധിക്കാം. പക്ഷേ ഇതിൻ്റെ ഒരു കുഴപ്പം, ഇത് പറഞ്ഞു കഴിഞ്ഞാൽ ഉടനെ ഇത് സംഖ്യയാണെന്ന് പറയും. ഇത് ഇന്ത്യയിൽ നിന്ന് ആര് ചെയ്താലും സംഖ്യയാണ്. അതുകൊണ്ടാണ് ഞാൻ ഈ പറയുന്ന പ്യൂർ റിസർച്ച് എടുക്കുന്നത്. ഇത് ഏത് റിസർച്ച് ചെയ്താലും ഇത് തന്നെയാണ് കിട്ടാൻ പോണത്. അതിൻ്റെ ചിത്രങ്ങൾ പ്യൂർ റിസർച്ച് പുറത്തുവിട്ട് തന്നെ കാണിച്ചു തരാം. ഇത് 2021 ഇവർ പുറത്തുവിട്ടാണ്. നമ്മുടെ മേജർ സ്റ്റഡി നടന്നിട്ടില്ല, പക്ഷേ ഇവർ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് നടത്തിയ സ്റ്റഡിയിൽ സാമ്പിൾ സ്റ്റഡിയാണ്. അതിനകത്ത് വന്നിട്ടുള്ള റിസൾട്ട്സ് ഇവിടെ കാണാം. ടോട്ടൽ ആനുവൽ ലൈവ് ബേർഡ്സ് ഇൻ കേരള മാത്രം എടുക്കുമ്പോൾ അത്
താഴോട്ട് തന്നെയാണ് പോകുന്നത്. എന്നുവെച്ചാൽ ഇവിടെ പോപ്പുലേഷൻ ഡിക്ലൈൻ തന്നെയാണ് കേരളത്തിൽ ഉണ്ടാകുന്നത്. പക്ഷേ അതിനകത്ത് ഈ ഷെയർ ഓഫ് ഹിന്ദുസ് ആൻഡ് മുസ്ലിംസ് അതെടുത്ത് നോക്കുമ്പോൾ അത് മുസ്ലിംസിൻ്റെ മുകളിലേക്കാണ് പോകുന്നത്. പക്ഷേ മുസ്ലിങ്ങളിലും ഈ പറയുന്ന ഡിക്രീസ് ഉണ്ടാകുന്നുണ്ട്. എന്ന് വെച്ചാൽ നമ്പർ ഓഫ് ഫെർട്ടിലിറ്റി റേറ്റ് ഇൻക്രീസ് ഉണ്ട്. നേരത്തെ ഉണ്ടായിരുന്നതിനേക്കാൾ താഴോട്ടാണ് പോകുന്നത്. പക്ഷേ ടോട്ടൽ നമ്പർ എടുത്ത് നോക്കുമ്പോൾ അത് മുകളിലേക്കാണ് പോവുക. അതാണ് അതിൻ്റെ പ്രശ്നം എന്നുള്ളത് പറഞ്ഞു വെക്കുന്നു. ഇനി അടുത്തത് ഇത് നാഷണൽ ഫാമിലി ഹെൽത്ത് സർവേ അതിൻ്റെ, അതായത് നമ്മൾ പറയാറുള്ള ഈ പോപ്പുലേഷൻ സർവേ എന്ന് പറയുന്ന സാധനം 2021 വരെ ഉള്ള കണക്കുകൾ നമ്മളെടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനകത്ത് ഇതിൻ്റെ പോപ്പുലേഷൻ ഷെയർ നിങ്ങളെടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൽ നിങ്ങൾക്ക് കാണാം ഫെർട്ടിലിറ്റി റേറ്റ് എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അത് ടോട്ടൽ 2 ആണ് ഇന്ത്യയുടെ ഈ ഫെർട്ടിലിറ്റി റേറ്റ് എന്ന് പറയുന്നത്. അത് 93 വരെ ഉള്ളതിൽ 2021 ആകുമ്പോഴേക്കും അത് 1.79 ആണ്. അത് ഹിന്ദുസിലേക്ക് വരുമ്പോൾ ഫെർട്ടിലിറ്റി റേറ്റ് 1.53 ആയിട്ട് മാറുന്നു. മുസ്ലിംസിൻ്റെ അത് 2.25 ആയിട്ടാണ് നിലനിൽക്കുന്നത്. എന്ന് വെച്ചാൽ അത് അതിന് മുന്നേ ഉള്ള സമയത്ത് 1.86 ആണ്, ഇപ്പോൾ അത് 2.25 ആയി. ക്രിസ്ത്യൻസിൻ്റെ ഇടയിൽ അത് 1.77 ആയിട്ട് മാറുന്നു. എന്ന് വെച്ചാൽ ഈ പറയുന്ന കൂട്ടത്തിൽ ഏറ്റവും കൂടുതൽ ഫെർട്ടിലിറ്റി റേറ്റ് ആർക്കാണ്? കാക്കമാർക്കാണ്. അപ്പോൾ ഈ നാഷണൽ ഫാമിലി ഹെൽത്ത് സർവേ അത് നടത്തിയ ആളുകളും അതും സംഘികളാണോ? അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ 1998 1999 ആരവിടെ ഭരിച്ചുകൊണ്ടിരുന്നത്? നിങ്ങളൊന്ന് കണക്കെടുത്ത് നോക്കുക. അപ്പോൾ ഈ സർവേ നടക്കുന്ന സമയത്ത് ഈ പറയുന്ന കണക്ക് പുറത്തുവിടുന്ന ആളുകളും വർഗീയവാദികളാണോ? ഇത് പറയാൻ പാടില്ല എന്ന് പറഞ്ഞാൽ എങ്ങനെ ശരിയാവുക എന്നാണ് ഞാൻ ചോദിക്കുന്നത്. ഇനി ഒരു 2015 വന്ന വാർത്ത, അതായത് പഴയൊരു വാർത്ത, 10 വർഷം മുന്നുള്ള മുസ്ലിംസ് ഗ്രോ 10% മോർ ദാൻ ഹിന്ദുസ് ആൻഡ് ക്രിസ്ത്യൻസ് ഇൻ കേരള. ഇത് ടൈംസ് ഓഫ് ഇന്ത്യയിൽ വന്ന വാർത്തയാണ്. അതിൽ നിങ്ങൾക്ക് കാണാം Times of India analysis of 2001 and 2011 religion-based census data showed the state's Muslim population grew by 12.23%, while the other two communities, Hindus up by 2.23%, Christians by 1.38%, lagged far behind. The Muslim population rose from 78.63 lakhs to 88.73 lakh. ഇതാണ് ആ കണക്കിൽ പറഞ്ഞത്. അപ്പോൾ ഇത് പറയുമ്പോൾ ടൈംസ് ഓഫ് ഇന്ത്യയും വർഗീയവാദിയാവും. ഇത് പറയാൻ പാടില്ല എന്നാണ് നിങ്ങൾ പറയുന്നത്. നടക്കില്ല. ഇനി വീണ്ടും പ്യൂർ റിസർച്ച് തന്നെ പറയുന്ന ഒരു സ്റ്റേറ്റ്മെൻറ്റ് നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ട്, അതായത് ഇത് കൂടിയാൽ മതാധിപത്യം ആവുന്നത് എങ്ങനെ എന്നുള്ളത് നമ്മളിപ്പോൾ തന്നെ കണ്ടു. ഈ സൂംബ ഡാൻസിനെ കുറിച്ചുള്ള വാദം വരുമ്പോൾ അത് ഞങ്ങളുടെ മതം, ഞങ്ങൾക്ക് അങ്ങനെയാണ്, ഞങ്ങൾ ഇങ്ങനെയാണ്, ഞങ്ങൾക്ക് അത് പറ്റില്ല, ആകെ ഹലാലും ഹറാമും ഒക്കെ പ്രശ്നമാണ് എന്നിങ്ങനെ പറഞ്ഞിട്ട് ഞങ്ങൾ എന്ന് പറയുന്ന ഒരു സംഭവം നിങ്ങൾ കേട്ടതാണ്. ഈ ഞങ്ങൾ പറഞ്ഞ് കുറേ ആളുകളെ പറ്റിച്ചിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ അൽ മുക്താദിർ ജ്വല്ലറിയൊക്കെ ഇപ്പോൾ പൂട്ടി അവിടെ നാട്ടുകാർ മുഴുവൻ പറ്റിച്ച് നിൽക്കുന്നതൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാകും. ഇതുപോലെ ഇന്ത്യയിൽ പല സ്ഥലത്തും നടന്നിട്ടുണ്ട്. ഞങ്ങളുടെ ജ്വല്ലറി, ഞങ്ങളുടെ സമുദായത്തിൻ്റെ ബിസിനസ്, ഞങ്ങൾ ഹലാൽ സ്വർണം എന്നൊക്കെ പറഞ്ഞിട്ട് പല ആളുകളെയും പറ്റിച്ച് കുത്തുവാളെടുത്ത് ഇരിക്കുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ട്. എന്ന് പറഞ്ഞ മാതിരി ഈ ഞങ്ങൾ പറഞ്ഞുകൊണ്ട് എന്താണ് സംഭവിക്കുക? മുസ്ലിങ്ങളുടെ അധപതനമായിരിക്കും ഉണ്ടാവുകയെന്ന് ഞാൻ പറയുന്നത് അതുകൊണ്ടാണ്. മുസ്ലിങ്ങൾ കോഎക്സിസ്റ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിച്ചില്ല എന്നുണ്ടെങ്കിൽ, നിങ്ങളായിട്ട് ഒതുങ്ങാനാണ് നോക്കുന്നതെന്നുണ്ടെങ്കിൽ എവിടെയും മുസ്ലിംസ് അങ്ങനെ രക്ഷപ്പെടില്ല എന്നുള്ളതിന് എവിടെയും രക്ഷപ്പെട്ടതിൻ്റെ ഒരു തെളിവല്ല. മുഹമ്മദ് നബിയുടെ കാലത്ത് പോലും രക്ഷപ്പെട്ടിട്ടില്ല. ഇപ്പോഴും ഈ ഷിയാ സുന്നി തർക്കമായിട്ട് നടക്കുകയാണ് എന്നത് നിങ്ങളൊന്ന് ഓർക്കുക. അപ്പോൾ അവിടെയാണ് നമ്മൾ ഇതിൻ്റെ ഈ പ്രശ്നം എന്തായിരിക്കും എന്ന് പറയുക. കാരണം ഒരു തരത്തിലും പുരോഗമനപരമായ ഒരു സംഗതി, ഒരു ചോട് പോലും മുന്നോട്ടെടുത്ത് വെച്ചിട്ട് മുന്നോട്ട് പോകാൻ കഴിയില്ല എന്നുള്ളത്. അവിടെയാണ് ഇതിൻ്റെ ഒരു സ്റ്റേറ്റ്മെൻറ്റ്. മുസ്ലിംസ് ഇൻ ഇന്ത്യ സപ്പോർട്ട് ഹാവിങ് ആക്സസ് ടു ദെയർ ഓൺ റിലീജിയസ് കോഡ്സ് എന്ന് പറയുന്ന ഒരു സംഗതി. അതായത് മുസ്ലിംസിൻ്റെ ഇടയിൽ, അതായത് ഒരു ഇന്ത്യൻ പോപ്പുലേഷൻ എടുത്തു കഴിഞ്ഞാൽ അതിനകത്ത് നിങ്ങൾ നോക്കുക, ഒരു കട്ട് ഓഫ് പറയുന്നത് ഒരു 30% ആളുകളാണ് അവരുടെ സ്വന്തം മത നിയമമൊക്കെ ആക്സെപ്റ്റ് ചെയ്യുന്ന ആളുകളുള്ളൂ. പക്ഷേ അതിൻ്റെ എത്ര ഇരട്ടിയാണ് മുസ്ലിങ്ങൾ അത് വേണമെന്ന് പറയുന്നത് നിങ്ങൾ ആലോചിച്ച് നോക്കുക. ഇതാണ് അതിൻ്റെ വ്യത്യാസം എന്ന് പറയുന്നത്. അതായത് ബഹുഭൂരിപക്ഷം എന്നൊക്കെ പറഞ്ഞാൽ ഇപ്പോൾ മറ്റു പല സർവേസിനെ കുറിച്ച് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അതായത് UK ഒരു ഇസ്ലാമിക രാജ്യമാക്കണോ എന്ന് ചോദിച്ചുകൊണ്ട് ഒരു സർവേ നടത്തുമ്പോൾ അതിനകത്ത് 10 പേരോട് ചോദിക്കുമ്പോൾ അതിനകത്ത് 7-8 പേരും പറഞ്ഞത് ഇസ്ലാമിക രാജ്യമാക്കണം എന്നാണ്. അതേസമയം ഇന്ത്യ ഒരു ഹിന്ദു രാഷ്ട്രമാക്കണോ എന്നൊരു ചോദ്യം പൊതുവായിട്ട് ഇന്ത്യക്കാരുടെ ഇടയിൽ നടക്കുമ്പോൾ അതിൽ ഹിന്ദുക്കൾ പറഞ്ഞത് 3-4 പേര് മാത്രമാണ് പറഞ്ഞത് ഇന്ത്യ ഒരു ഹിന്ദു രാഷ്ട്രമാക്കണം എന്ന്. വെച്ചാൽ ഹിന്ദുക്കളായിട്ടുള്ള ആളുകൾക്ക് ഇന്ത്യ ഹിന്ദു രാഷ്ട്രമാക്കണ്ട. അതേസമയം അതും ഭൂരിപക്ഷമായിട്ടിരിക്കും. അതേസമയം ന്യൂനപക്ഷമായ പോപ്പുലേഷനായിട്ടുള്ള മുസ്ലിങ്ങൾ UK പറയാണ് അവർക്ക് അവിടെ UK ഒരു മുസ്ലിം രാജ്യമാക്കണമെന്ന്. ഇത് തന്നെയാണ് അതിൻ്റെ പ്രശ്നം. അപ്പോൾ ഇത് നമ്മൾ വസ്തുതയായി, ഇത് സർവേ റിപ്പോർട്ട്സ് ആയിട്ട്, ഇതിൻ്റെ കണക്കുകളായിട്ട്, സ്റ്റാറ്റിസ്റ്റിക്സ് ആയിട്ട് നമ്മൾ പറയുമ്പോൾ ആ പറയുന്നവനെ നിങ്ങൾ സംഖ്യയാക്കിക്കൊണ്ട് ഈ പറച്ചിൽ അവിടെ നിൽക്കാൻ പോകുന്നില്ല. ഇത് വസ്തുതയല്ലാതെയാകാൻ പോകുന്നില്ല. ഇത് പറയും, ഞാനാണേലും പറയണ്ടേ, ഇത് ആരാണേലും പറയണ്ടേ, പറഞ്ഞാലേ കാര്യം നടക്കുള്ളൂ. ഇതാണ് ഇതിൻ്റെ പ്രശ്നം. ഇത് നമ്മൾ പറഞ്ഞേ മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. കാരണം രാഷ്ട്രീയത്തെ ഈ പറയുന്ന പോപ്പുലേഷൻ്റെ അടിസ്ഥാനത്തിൽ ഇതേപോലെ ലോബിയിങ് നടത്തി അവരുടെ വഴിക്ക് കൊണ്ടുവരാൻ വേണ്ടി സമസ്തയെ പോലെ, കാന്തപുരത്തെ പോലെ, അല്ലെങ്കിൽ ഇതേപോലുള്ള ഓരോ തെണ്ടികളും ശ്രമിക്കുമ്പോൾ അതിനെ നമ്മൾ കൃത്യമായിട്ട് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിച്ചില്ല, അത് സാധിച്ചില്ല എന്നുണ്ടെങ്കിൽ നാട് കുട്ടിച്ചോറാവും. അത് തന്നെയാണ് ഇതിൻ്റെ കുഴപ്പം. ഇനി അടുത്തത് പോപ്പുലേഷൻ ഗ്രോത്ത് ഓഫ് ദി വേൾഡ്സ് ലാർജസ്റ്റ് റിലീജിയൻസ് ഇൻ ഇന്ത്യ. ഇത്
നമ്മൾ ഇന്ത്യയിൽ നിന്ന് മാത്രമുള്ളൊരു പഠനം, ഇതും പ്യൂർ റിസർച്ച് തന്നെ പോപ്പുലേഷൻ സ്റ്റഡിയാണ് കേട്ടോ. ഇത് 2010 മുതൽ 50 വരെയുള്ള കാലഘട്ടത്തിൽ ഒരു പ്രൊജക്ഷനായിട്ട് വെക്കുകയാണ്. അവിടെ നിങ്ങൾക്ക് കാണാം മുസ്ലിം പോപ്പുലേഷൻ എത്ര കണ്ട് ഗ്രോ ചെയ്യും, 76% ഗ്രോ ചെയ്യും എന്നാണ് പറഞ്ഞു വെക്കുന്നത് 2050 ആകുമ്പോഴേക്കും. അതേസമയം ഹിന്ദു പോപ്പുലേഷൻ അവിടെ ഗ്രോ ചെയ്യുക 33%. എത്ര വ്യത്യാസമുണ്ട് നിങ്ങൾ ആലോചിക്കുക. ക്രിസ്ത്യൻ പോപ്പുലേഷൻ 18% മാത്രമേ ഗ്രോ ചെയ്യുള്ളൂ 2050 ആകുമ്പോഴേക്കും. ഇതിൻ്റെ ഇടയിൽ കാക്കാമാരായിട്ട് ഇരുന്നാൽ മാത്രം, ഇത് എക്സ് മുസ്ലിങ്ങളും കൂടി ആവുന്ന ഇന്ത്യയിൽ ഇപ്പോൾ നിലവിൽ നിങ്ങൾ ഈ പറയുന്ന പ്രശ്നം തീരണമെന്നുണ്ടെങ്കിൽ ഏറ്റവും എളുപ്പ വഴി എന്താ, എക്സ് മുസ്ലിങ്ങളെയും കൂടി നിങ്ങൾ കൗണ്ട് ചെയ്യാൻ തയ്യാറാവുക. നിങ്ങൾ രഹസ്യമായിട്ട് കൗണ്ട് ചെയ്താൽ മതി, കാക്കാമാരുടെ എല്ലാ അടപ്പൂരും. ഈ പറയുന്ന നെകളിപ്പോൾ അവിടെ നിൽക്കും. ഈ പറയുന്ന മതം വളരുന്നതെന്ന് കാണിച്ചുകൊണ്ട് നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ ലോബിയിങ് അത് അവിടെ തീരും. ഈ എക്സ് മുസ്ലിങ്ങളായിട്ടുള്ള ആളുകൾക്ക് പച്ചയ്ക്ക് പുറത്ത് പറഞ്ഞു ഇതേപോലെ നിലനിൽക്കുക, രാഷ്ട്രീയപരമായിട്ടൊരു സ്വാധീനം ചെലുത്താനുള്ളൊരു സംവിധാനം നിങ്ങൾ ഒരുക്കി നോക്കൂ. ഇവിടുത്തെ CPM ചെയ്തുകൂടെ, ഇവിടുത്തെ കോൺഗ്രസ്സുകാർക്ക് ചെയ്തുകൂടെ, BJPക്കാർ ഏതായാലും ചെയ്യാൻ പോകുന്നില്ല. കാരണം അത് ചെയ്താൽ അല്ലെങ്കിലേ അവർ മുസ്ലിം വിരുദ്ധനാണ്. ഞാൻ നേരിട്ട് ചോദിച്ചാണ്, എക്സ് മുസ്ലിങ്ങൾ എന്തുകൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ പാർട്ടിയിലേക്ക് എടുത്തുകൂടാ? ഇല്ല, നിങ്ങൾ എക്സ് മുസ്ലിം എന്ന് വിളിച്ചോ പോയി. അതേസമയം നിങ്ങൾ മുസ്ലിമാണെന്ന് പറഞ്ഞു വന്നു നോക്കിയേ, ഞങ്ങൾ എടുക്കാം എന്നാണ് BJPക്കാർ പറയുക. നിങ്ങൾക്ക് ആർക്ക് വേണമെങ്കിലും, ഏത് എക്സ് മുസ്ലിമിന് വേണമെങ്കിലും നേരിട്ട് പോയി ചോദിക്കാം. ആർക്കാണോ ചോദിക്കാൻ ആഗ്രഹമുള്ളത് എന്നെ കോൺടാക്ട് ചെയ്താൽ മതി, വിളിച്ച് ചോദിക്കേണ്ട ആളുടെ നമ്പർ ഞാൻ തരാം. നിങ്ങൾക്ക് വിളിച്ച് ചോദിക്കാം. എക്സ് മുസ്ലിങ്ങളെ BJPക്കാർ എടുക്കില്ല. മുസ്ലിമാണോ BJPക്കാർ എടുക്കും. ഇതാണ് അവരുടെ നിലപാട്. ഒരു കണക്കിന് പറഞ്ഞാൽ അതല്ലേ ശരി. എന്ന് വെച്ചാൽ ഇന്ത്യയിലെ പ്രശ്നം എക്സ് മുസ്ലിം ആവുക അല്ലെങ്കിൽ മതം ഉപേക്ഷിക്കുക എന്നതിനേക്കാൾ ഉപരി ബോധമുള്ള മുസ്ലിം ആവുക, ബോധമുള്ള മനുഷ്യനാവുക എന്നുള്ളതാണ് ഇന്ത്യയിലെ ഏറ്റവും പ്രധാനം. അതുകൊണ്ടാണ് നമ്മളത് അങ്ങനെ പറയുന്നത്. അതേസമയം ഒരു ഇറാനിൽ പോയിട്ട് നിങ്ങൾ ബോധമുള്ള മുസ്ലിം ആവുക എന്ന് പറയുന്നതിനേക്കാൾ അവിടെ പ്രാധാന്യം എന്ന് പറയുന്നത് എക്സ് മുസ്ലിമാണെന്ന് പ്രഖ്യാപിക്കില്ല. കാരണം എന്താണ്, അതൊരു ഇസ്ലാമിക് റെജീമാണ് അവിടെ ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഞാൻ ഇതിനകത്ത് പെടുന്നില്ല, എനിക്കിതല്ല വേണ്ടത് എന്ന് പച്ചയ്ക്ക് പറയേണ്ട ഒരു ആവശ്യകത അവിടെയാണ്. ഇന്ത്യയിലെ എക്സ് മുസ്ലിം ആവുക എന്നതിനേക്കാൾ നമ്മളിവിടെ പറയേണ്ടി വരുന്നത്, ഞാൻ ഈ പറയുന്ന ഇസ്ലാമിക ശരിയ ഭരണം വേണമെന്നതിനേക്കാൾ ഇന്ത്യയിലെ കോൺസ്റ്റിറ്റ്യൂഷൻ ഉയർന്നു നിൽക്കണം, അതിനനുസരിച്ച് ജീവിക്കണം, കോൺസ്റ്റിറ്റ്യൂഷണൽ മൊറാലിറ്റി ഉയർത്തിപ്പിടിക്കണം എന്ന് ചിന്തിക്കുന്ന ബോധമുള്ളൊരു മുസ്ലിമാണ് എന്ന് നിങ്ങൾ പറഞ്ഞു നോക്കിയേ, നിങ്ങളുടെ ആക്സെപ്റ്റൻസ് കൂടും. അതാണ് ഇവിടെ നടക്കുന്നതല്ല. യൂണിഫോം സിവിൽ കോഡ് വേണ്ട എന്ന് പറയുന്ന മുസ്ലിം, വഖഫിൻ്റെ നിയമം വെച്ചുകൊണ്ട് ബാക്കിയുള്ള മതക്കാരെയും ബാക്കിയുള്ള ആളുകളുടെയും പ്രോപ്പർട്ടി കട്ടുമുടിക്കുക, കൊള്ളയടിക്കുന്ന ആ സാധനം ഇവിടെ വേണമെന്ന് പറയുന്ന മുസ്ലിം, അതല്ലെങ്കിൽ സ്ത്രീക്കും പുരുഷനും തുല്യത വേണ്ട എന്ന് പറയുന്ന മുസ്ലിം, അതല്ലെങ്കിൽ ഒരു സെക്സ് എഡ്യൂക്കേഷൻ്റെ കാര്യം വന്നാൽ അത് വേണ്ട, ജെൻഡർ ന്യൂട്രാലിറ്റി എന്ന് പറഞ്ഞാൽ അത് വേണ്ട, ഏത് സാധനം എടുത്തു കഴിഞ്ഞാൽ ഒന്നും വേണ്ട, ഞങ്ങൾക്ക് ഞങ്ങളുടെ മതം എന്ന് പറഞ്ഞുകൊണ്ട് നിൽക്കുന്ന ആ രീതി ഇത് കാക്കാമാർക്കുണ്ട്. അത് തന്നെയാണ് ഇവിടുത്തെ പ്രശ്നം എന്ന് പറയുന്നത്. ഇത് നമ്മൾ തിരുത്തിയേ പറ്റുള്ളൂ. ഇത് നമ്മൾ പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കും അത് ഭയങ്കര പ്രശ്നമാണെന്ന്. അല്ല, ഇത് ചെയ്തതുകൊണ്ട്, ഈ രീതിയിൽ ചെയ്തതുകൊണ്ട്, ഈ എക്സ്ട്രീമിസ്റ്റ് ആയിട്ടുള്ള വിസ്ഡം ഗ്രൂപ്പുകാർ ഞാൻ വെല്ലുവിളിക്കുകയാണ്. നിങ്ങളെപ്പോലുള്ള ആളുകൾ ഈ താടിയും വെച്ചിട്ട് നിങ്ങൾക്ക് കിർഗിസ്ഥാൻ, ഉസ്ബെക്കിസ്ഥാൻ, താജിക്കിസ്ഥാൻ, ഇഞ്ചാതി സ്ഥലത്തൊന്നും നിങ്ങൾക്ക് കറങ്ങി നടക്കാൻ പറ്റില്ല. കറങ്ങി നടന്നാൽ നിങ്ങളെ താടി അവിടെ നിന്ന് പഠിച്ചേ ഇങ്ങോട്ട് വിടുകയുള്ളൂ. അതാണ് ഉണ്ടാവാൻ പോകുന്നത്. കാരണം എന്താണ്, അവിടെയുള്ള ആളുകളെ താടി പഠിച്ച് വിടുകയാണ് പോലീസുകാർ. എന്താണ്, അവർ ആ താടിയെ കാണുന്നത് ഒരു എക്സ്ട്രീമിസത്തിൻ്റെ സൈനായിട്ടാണ് കാണുന്നത്. അതുകൊണ്ട് തന്നെ അവരെ നിരീക്ഷിച്ച് ആ പറയുന്ന ആളുകളെ പഠിച്ച് അവരൊരു നിയമം പാസ്സാക്കിയിരിക്കുകയാണ്. അവരെ താടി പഠിച്ചു. താജിക്കിസ്ഥാനിലൊക്കെ, തുർക്ക്മെനിസ്ഥാൻ, അങ്ങനെ പല സ്ഥലത്തും നടക്കുന്നു. എന്ന് വെച്ചാൽ പള്ളികൾ പൊളിക്കുന്നു. അപ്പോൾ ഇതുപോലെ എക്സ്ട്രീമിസത്തെ തടുക്കാൻ വേണ്ടിയിട്ട് നോക്കുക. അതിനു വേണ്ടിയിട്ടുള്ള ശ്രമങ്ങളാണ് നമ്മളിവിടെ ചെയ്തു വെക്കേണ്ടത്. ഈ പറയുന്ന ഈ റിലീജിയസ് ലോബിയിങ് നടത്തിക്കൊണ്ട് രാഷ്ട്രീയത്തെ കുളം കലക്കുന്ന ആളുകൾ, അതിനെയാണ് ഇവിടെ ശരിക്കും കൺട്രോൾ ചെയ്യേണ്ടത്. അതിനുള്ള വഴികൾ ഇവിടെ ഉണ്ട്. അതിന് എംപവർ ചെയ്യേണ്ട വഴികളെല്ലാം തന്നെ എംപവർ ചെയ്തെടുക്കുക. അതിൽ ഏറ്റവും പ്രധാനമാണ് എക്സ് മുസ്ലിങ്ങൾ എന്നാണ് പറയുന്നത്. അതായത് ഇന്ത്യയുടെ ഒരു സെക്യുലറൈസേഷൻ എന്ന് പറയുന്ന പ്രോസസ്സ് നിങ്ങളെടുത്താൽ അതിൽ ഏറ്റവും കൂടുതൽ അതിന് ഇന്ധനം പകരുന്ന ഒരു ഗ്രൂപ്പ് ഓഫ് ആളുകളുണ്ട് എന്നുണ്ടെങ്കിൽ അതും എക്സ് മുസ്ലിങ്ങളായിരിക്കും എന്നാണ് ഞാൻ പറഞ്ഞു വെക്കുക. കാരണം അത് ഹിന്ദുക്കളെക്കാൾ, അതല്ലെങ്കിൽ മറ്റുള്ള മതവിശ്വാസികളെക്കാൾ, മതമില്ലാത്ത ആളുകളെക്കാൾ, മുസ്ലിങ്ങളെക്കാൾ ഈ പറയുന്ന സെക്യുലറിസം ഉണ്ടാവുക എന്നുള്ളത് എക്സ് മുസ്ലിമിൻ്റെ ജീവന് തന്നെ ആവശ്യമുള്ള സാധനമാണ്. അതുകൊണ്ടാണ് നമ്മളത് പറയുന്നത്. ഇപ്പം ഞാനൊക്കെ ജീവിച്ചിരിക്കുന്നത് ഇന്ത്യ സെക്യുലർ ആയതുകൊണ്ടാണ്. ഇന്ത്യ ഒരു ഇസ്ലാമിക രാജ്യമായിരുന്നു എന്നുണ്ടെങ്കിൽ ഇത് നടക്കില്ല. ഇന്ത്യ ഒരു ഹിന്ദു രാഷ്ട്രമാണെന്ന് വിചാരിക്കുക, അപ്പോൾ പോലും ചിലപ്പോൾ ഇത് നടക്കില്ല. കാരണം എന്താണ്, അവിടെയും അവർ മുന്നോട്ട് വെക്കാൻ മതത്തെ വിമർശിക്കാൻ പാടില്ല, സമഭാവന എന്നൊക്കെ പറഞ്ഞു വരും. മതത്തെ നമ്മളങ്ങനെ നിന്ദിക്കാൻ പാടില്ല എന്നും പറഞ്ഞാൽ വരിക. അവിടെ ഹിന്ദു രാഷ്ട്രമായാലും നമുക്ക് അവിടെ ജീവിക്കാൻ കഴിയില്ല. അവിടെ നിന്ദ എന്ന് പറയുന്നത് അവിടെ ഒരു പ്രശ്നമായിട്ടേ കണക്കാക്കും. അതേസമയം നമ്മളിവിടെ പറയുന്ന ബ്ലാസ്ഫമി ഒരു ബർത്ത് റൈറ്റാണ്. മതവിമർശനം അത് സാധിക്കണം. മതത്തെക്കാൾ മതവിശ്വാസികൾക്കാണ് പ്രാധാന്യം എന്നൊക്കെ നമ്മൾ പറയാൻ കഴിയുന്നതുകൊണ്ടാണ് ഇതിവിടെ ഒരു മതേതര രാജ്യമായതുകൊണ്ടാണ്, ജനാധിപത്യ സംവിധാനം ആയതുകൊണ്ടാണ്. ഈ പറയുന്ന സംഗതിയല്ല ഈ പറയുന്ന മതരാഷ്ട്രങ്ങളിൽ ഉണ്ടാവുക. ഇസ്ലാമിക രാഷ്ട്രത്തിൽ ഒരിക്കലും ഉണ്ടാവില്ല. ഇനി അടുത്തത് റിലീജിയസ് കമ്പോസിഷൻ ഓഫ് ഇന്ത്യ. അവിടെ നിങ്ങൾക്ക് കാണാം ഹിന്ദുക്കളുടേത് പ്രൊജക്ഷൻ നിങ്ങൾ നോക്കുക താഴോട്ടാണ്. അതേസമയം മുസ്ലിങ്ങൾ നോക്കുക, ഈ പറയുന്നത് ഒരു മുകളിലേക്കാണ് പോകുന്നത്. ഇനി ഈ പറയുന്ന ഗ്രാഫ് ഈ ഒരു 2010 മുതൽ 50 വരെയുള്ള ഒരു 40 വർഷത്തെ കണക്കാണ്. ഇത് നിങ്ങൾ എക്സ്ട്രാപോളേറ്റ് ചെയ്യുക. ഒരു 2400
ഒരു ഇയർ ആകുമ്പോൾ എന്തായിരിക്കും അതിൻ്റെ പൊസിഷൻ നിങ്ങളൊന്ന് ആലോചിക്കുക. നിങ്ങൾക്ക് കണക്കറിയുന്ന ആളുകളില്ലേ, നിങ്ങൾക്ക് ഈ ഗ്രാഫ് എടുത്ത് വരയ്ക്കാമല്ലോ. ഈ പറയുന്ന പെർസെൻറ്റേജ് ഇൻക്രീസ് ഓരോ വർഷവും 10 വർഷം കൂടുമ്പോൾ ഉണ്ടാകുന്ന ഇൻക്രീസ് നിങ്ങൾ എക്സ്ട്രാപോളേറ്റ് ചെയ്യുക. ഒരു ഘട്ടം എത്തുമ്പോൾ ഇത് ഓൾമോസ്റ്റ് ഈക്വൽ ആവും. ഗ്രാഫ് മുകളിലേക്കാണ് പോകുന്നത്, ഒന്ന് താഴേക്കാണ് പോകുന്നത്, വളരെ എളുപ്പം ഈക്വലായിട്ട് വരും. അങ്ങനെ വരുന്ന സമയത്ത് എന്താ സംഭവിക്കുക, അവിടെ ഒരു സൈസബിൾ പോപ്പുലേഷൻ ഓൾമോസ്റ്റ് ഈക്വൽ ആയി കഴിഞ്ഞാൽ അവിടെ പ്രശ്നമാകും എന്നത് തന്നെയാണ് അതിൻ്റെ വസ്തുത. അവിടെയാണ് നമ്മൾ പറയുന്നത് അതിനകത്തുള്ള മുസ്ലിങ്ങൾക്ക് ബോധമുള്ള മുസ്ലിങ്ങളാക്കാനുള്ള പണിയാണ് നമ്മൾ എടുക്കേണ്ടത്. എക്സ് മുസ്ലിങ്ങളെ വേട്ടയാടുന്നത് നിർത്തി ഈ മതവിമർശനം വ്യാപകമാക്കിയാൽ, ഈ പറയുന്ന കാര്യങ്ങൾ കൂടുതൽ ജനകീയമാക്കിയാൽ, മുസ്ലിങ്ങളിലേക്ക് ഇത് എത്തിക്കാൻ സാധിച്ചാൽ ഇത് മുസ്ലിങ്ങളെ രക്ഷിക്കലാവും. ഈ പറയുന്ന മുസ്ലിങ്ങൾ പോപ്പുലേഷൻ കൂടിയാൽ ഇവിടെ ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല എന്നതാണ് എനിക്ക് പറയുന്നത്. അതുകൊണ്ടാണ് നമ്മൾ ഈ കോയ കോളിംഗ് ആയിട്ടും അല്ലെങ്കിൽ ഇതുപോലുള്ള സാധനങ്ങളുമായിട്ട് നിരന്തരം ഇതിനു വേണ്ടി ഇറങ്ങി തിരിച്ച് നടക്കുന്നത്. നമ്മുടെ ലക്ഷ്യം ഇന്ത്യയെ രക്ഷിക്കുക എന്നുള്ളത് തന്നെയാണ്. ഇനി ഇതിൽ അവസാനമായിട്ട് ഞാൻ പറയുന്നു, ഇതൊക്കെ നമ്മൾ പറയുമ്പോഴും ഇവിടെ ഒരു നമ്മൾ ആലോചിക്കണം. ഈ ഫെർട്ടിലിറ്റി റേറ്റ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഈ പോപ്പുലേഷൻ ഗ്രോത്ത് എന്ന് ഒരു മൊത്തത്തിലുള്ള ഗ്രോത്ത് എന്ന് പറയുന്നത് അതെല്ലാത്തിലും കുറയുന്നുണ്ട്. പക്ഷേ വിതിൻ ദ റിലീജിയൻ അതിനകത്ത് ആ നിൽക്കുന്ന ഒരു ഡിഫറൻസ് ഉള്ളതുകൊണ്ട്, ഫെർട്ടിലിറ്റി റേറ്റിലുള്ള ഡിഫറൻസ് ഉള്ളതുകൊണ്ട് നമ്മൾ മൊത്തത്തിൽ നോക്കുന്ന സമയത്ത് ഓരോ റിലീജിയനും മറ്റൊരു റിലീജിയനേക്കാൾ കൂടിയും കുറഞ്ഞും വരുന്നു. അവിടെയാണ് ഇസ്ലാമിൻ്റെ ഗ്രോത്ത് കൂടുതലാണെന്ന് പറയുന്നത്. പക്ഷേ എല്ലാ റിലീജിയനിലും അതിൻ്റെ ഫെർട്ടിലിറ്റി റേറ്റ് എന്ന് പറയുന്നത് താഴോട്ട് തന്നെയാണ് പോകുന്നത്. അവർ തമ്മിലുള്ള ഗ്യാപ്പ് ഡിക്രീസ് ചെയ്യുന്നുണ്ട്, അതിൽ സംശയമൊന്നുമില്ല. പക്ഷേ മൊത്തത്തിൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ആ ഗ്രാഫ് ശ്രദ്ധിച്ച പോലെ നിങ്ങൾ നോക്കിയാൽ അവിടെ അതിൻ്റെ ഗ്രോത്ത് ലോങ് ടേമിൽ മുകളിലേക്കാണ് പോവുക എന്നതാണ് അവിടെ പറഞ്ഞു വരുന്നത്. കാരണം ഇവിടെ നമ്പർ ഓഫ് ചിൽഡ്രൻ പെർ വുമൻ എന്ന് പറയുന്നത്, അതായത് മുസ്ലിംസിൽ അത് 4.4 ആയിരുന്നിടത്തുനിന്ന് 2.6 കുറയുക തന്നെയാണ് ചെയ്തത്. പക്ഷെ അപ്പോഴും 2.1 ഉള്ള ഹിന്ദുവിനേക്കാൾ കൂടുതലാണ്, 2 ഉള്ള ക്രിസ്ത്യാനിയേക്കാൾ കൂടുതലാണ്, 1.7 ഉള്ള ബുദ്ധനേക്കാൾ കൂടുതലാണ്, 1.6 ഉള്ള സിഖ് മതക്കാരനേക്കാൾ കൂടുതലാണ്, ജൈനൻ 1.2 ഉള്ളൂ. അവിടെയാണ് ഈ 2.6 എന്ന് പറയുന്നത് പ്രശ്നമാകുന്നത്. അതാണ് ഈ കേരളത്തിലേക്ക് വരുമ്പോഴോ മറ്റേത് സംസ്ഥാനത്തിലേക്ക് പോയാലും അതൊരു പ്രശ്നമായി മാറുന്നത്, അല്ലെങ്കിൽ ആ ഒരു ആംഗിളിൽ അത് പറയേണ്ടി വരുന്നത് അതുകൊണ്ടാണ്. അപ്പോൾ നിങ്ങൾ തീരുമാനിക്കുക, ഇതിൽ പറഞ്ഞതിൽ ഏതാണ് വസ്തുതയല്ലാത്തത്. ഈ പറഞ്ഞ വസ്തുത നമ്മൾ ഒരാളെ ഏറ്റു പറഞ്ഞാൽ അത് വർഗീയതയാവുന്നത് എങ്ങനെയാണ്? വർഗീയതയല്ല, ഇത് പറയേണ്ട വസ്തുതയാണ്. ഇത് കാക്കമാർ മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാൽ, ഈ തരം കാര്യങ്ങൾ അവകാശവാദങ്ങൾ ഉന്നയിച്ചിട്ട് ഞങ്ങളാണ് ലോകത്തെ കീഴടക്കാൻ പോകുന്നത്, ഞങ്ങളിത് ഭയങ്കര വലിയ മതമാണ്, ലോകത്തെ ഫാസ്റ്റസ്റ്റ് ഗ്രോയിങ് ഞങ്ങളാണെന്നൊക്കെ പറഞ്ഞ് തള്ളി മറിക്കുമ്പോൾ നിങ്ങൾ സൂക്ഷിക്കണമെന്ന് എനിക്ക് തോന്നുന്നു ഒരു 2 വർഷം മുന്നെങ്കിലും പറഞ്ഞിട്ടുണ്ട്. അതാണ് ഇപ്പോൾ ഇവിടെ സംഭവിക്കുന്നത്. ഇനി ഇത് കൂടുതൽ പറയുന്ന ആളുകൾ ഇവിടെ വരും. ഇപ്പോൾ നടേശൻ പറഞ്ഞു, ഇനിയിപ്പോൾ അടുത്തത് ഇവിടുത്തെ CPM-കാർ പോലും പറയുന്ന അവസ്ഥയിലേക്ക് വരും. പറയാതെ മുന്നോട്ട് പോകാൻ കഴിയില്ല. ഇത് പണ്ട് VS അച്യുതാനന്ദൻ പറഞ്ഞിട്ടുണ്ട്, കേരളം ഒരു ഇസ്ലാമിക രാജ്യമാകും എന്ന് പണ്ട് VS അച്യുതാനന്ദൻ പറഞ്ഞ പോലെ നിങ്ങൾ ഓർക്കുന്നുണ്ടാവും. ഈ പറയുന്ന ഒരു പ്രശ്നം തന്നെയാണ് സുഹൃത്തുക്കളെ. ഇത് നിങ്ങൾ ആലോചിക്കേണ്ടത്. ഇത് പറയുന്ന ആളുകളെ വേട്ടയാടിയതുകൊണ്ട് നിങ്ങൾക്ക് ഒരു കാര്യവും ഇവിടെ ഒളിപ്പിച്ചു വെക്കാൻ കഴിയില്ല. അത് ഇവിടെ പുറത്ത് വരും. കാരണം ഇത് കണക്കുകളാണ്, ഇത് റിസർച്ച് സംവിധാനങ്ങളിലൂടെ പുറത്തേക്ക് വരുന്ന സാധനമാണ്. പ്രത്യേകിച്ച് ഞാനിവിടെ പറഞ്ഞു, ദിസ് പാർട്ട് ഓഫ് ദ ലൈവ് ഈസ് സ്പോൺസർഡ് ബൈ പ്യൂ റിസർച്ച് സെൻറ്റർ, വിശ്വാസികളുടെ വിശ്വസ്ത സ്ഥാപനം. പക്ഷേ അവരിപ്പോൾ അത് അധികം പുറത്ത് പറയാറില്ല. കാരണം പറഞ്ഞാൽ കൈപൊള്ളുന്ന അവസ്ഥയിലേക്ക് എത്തിയിട്ടുണ്ട്. കാരണം കാക്കമാർ പെറ്റുകൂട്ടിയിട്ടാണ് മതം വളരുന്നത് എന്നുള്ളത് ഇന്ന് നാട്ടുകാർ മുഴുവൻ അറിഞ്ഞു. ഇസ്ലാം വേഗത്തിൽ വളരുന്ന മതമല്ല, വേഗത്തിൽ പെരുകുന്ന മതമാണ് എന്നതാണ് നമ്മളുടെ പുതിയ കണ്ടെത്തൽ. കാക്കമാർ ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് മൈൻഡ് ഇറ്റ്, അതാണ് എനിക്ക് പറയുന്നത്. വീമ്പ് പറച്ചിൽ നിർത്തുക. വീമ്പ് നിങ്ങൾ പറയുമ്പോൾ അതേ കണ്ടില്ലേ കാക്കമാർ വളരുന്നു എന്ന് സംഘികൾ പറയും. സംഘികൾ പറഞ്ഞാൽ നിങ്ങൾ നിലവിളിക്കും. പിന്നെ നിലവിളിയാവും. വെറുതെ എന്തിനാണ് നിൽക്കുന്നത്? അപ്പോൾ അതുകൊണ്ട് ഈ വീമ്പ് പറച്ചിൽ നിർത്തുക. പെറ്റുകൂട്ടലിൽ എന്തെങ്കിലും ഒരു ശമനം കൊണ്ടുവരാൻ വേണ്ടി നോക്കുക. നിങ്ങൾക്കും യന്ത്രമില്ല എന്നൊക്കെ ചോദിച്ചിട്ട് വെറുതെ ബാക്കിയുള്ള ആളുകളെ കൊണ്ട് അവർ വായിലിരിക്കുന്ന കാര്യം പറയിപ്പിക്കാൻ നിൽക്കരുത് എന്നുള്ളതാണ് എനിക്ക് പറയുന്നത്. ഏതായാലും നിങ്ങൾക്ക് ഇനി വിളിച്ചു നോക്കാം. നമ്മളെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ആളുകൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യുക. മറ്റു രീതിയിൽ സപ്പോർട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് അതിൻ്റെ ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിലുണ്ട്. നിങ്ങളുടെ ഓരോ ലൈക്കും ഷെയറും അതുപോലെ കമൻ്റ് ഇടുന്നതും ഈ വീഡിയോ അതിൻ്റെ താഴെ വരുന്ന കമൻറ്റുകൾക്ക് നിങ്ങൾ പ്രതികരിക്കുന്നതെല്ലാം തന്നെ വീഡിയോയുടെ റീച്ച് കൂടുന്നതിന് വലിയ തോതിൽ ഉപകാരപ്പെടുന്ന സംഗതിയാണ്. അപ്പോൾ അതുകൊണ്ട് അതിൽ നിങ്ങൾ ഏർപ്പെടണം എന്നും കൂടി ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. മറ്റുള്ള രീതിയിലുള്ള സപ്പോർട്ട് തുടർന്നും നിങ്ങളുടെ ഭാഗത്തുനിന്നുണ്ടാവും എന്ന് പ്രതീക്ഷിക്കുന്നു.